മാജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് എന്ന വിശേഷണമുള്ള സുന്ദരമായ കഥകളുടെ സൃഷ്ടാവാണ് ഇംഗ്ലീഷ് സാഹിത്യകാരനായ മൈക്കൽ മോർബർഗോ. അദ്ദേഹത്തിൻ്റെ നോവലുകളെ ആസ്പദമാക്കി അനേകം സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. അവയിലൊന്നാണ് സ്റ്റീവൻ സ്പിൽബർഗ് സംവിധാനം ചെയ്ത് 2011 പുറത്തു വന്ന വാർഹോഴ്സ് എന്ന സിനിമ. 1982 പ്രസിദ്ധീകരിക്കപ്പെട്ട മോർബർഗോയുടെ ഇതേ പേരിലുള്ള നോവലിനെ ആസ്പദമാക്കിയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് തൻ്റെ പ്രിയപ്പെട്ട കുതിരയെ നഷ്ടപ്പെട്ടു പോകുന്ന ആൽബർട്ട് എന്ന ചെറുപ്പക്കാരൻ്റെയും യുദ്ധമുഖത്ത് പെട്ടുപോകുന്ന അവൻ്റെ ജോയ് എന്ന കുതിരയുടെയും അവരുടെ സൗഹൃദത്തിൻ്റെയും കഥ പറയുന്ന സിനിമയാണ് 2012 മികച്ച സിനിമയ്ക്കുള്ള ഓസ്കാർ നോമിനേഷൻ ലഭിച്ച ഈ മനോഹര ചിത്രം. വർഷം 1912. ഒന്നാം ലോക മഹായുദ്ധം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയം. ആ വസന്തകാലത്തിലെ ഒരു പകൽ ഇംഗ്ലണ്ടിലെ ഡേവൺ എന്നൊരു ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് ജനിച്ചു. മനുഷ്യക്കുഞ്ഞല്ല, കടും തവിട്ട് നിറമുള്ളൊരു സുന്ദരൻ കുതിരക്കുഞ്ഞ്. ജനിച്ചു വീണപ്പോൾ തന്നെ അവൻ പതിയെ അവൻ്റെ കുഞ്ഞു കാലുകൾ കുത്തി എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നത് ദൂരെ നിന്ന് കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ് ആൽബർട്ട് എന്ന പയ്യൻ. പക്ഷെ അവൻ അതിൻ്റെ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞില്ല. കാരണം ആ കുതിരക്കുഞ്ഞും അവൻ്റെ അമ്മയും ആൽബർട്ടിൻ്റെതായിരുന്നില്ല. ആൽബർട്ട് ഒരു ദരിദ്ര കർഷകൻ്റെ മകനായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അവൻ ആ കുതിരക്കുഞ്ഞിനെ കാണാൻ കുന്നിൻ മുകളിലേക്ക് ഓടും. അവൻ്റെ വളർച്ചയും കുസൃതികളും കണ്ട് കുന്നിൻ മുകളിൽ ഒരുപാട് നേരം ആൽബർട്ട് ചെലവഴിക്കും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞു വളർന്ന് അവൻ്റെ അമ്മയ്ക്കൊപ്പം പൊക്കമായി. നെറ്റിയിൽ വെളുത്ത പാണ്ടുള്ള സുന്ദരൻ കുതിരയ്ക്കൊരു ആപ്പിൾ കൊടുക്കാൻ ആൽബർട്ട് പല തവണയായി ശ്രമിക്കുന്നു. പക്ഷേ അമ്മ കുതിര വിളിക്കുമ്പോൾ ആ കുതിരക്കുട്ടി അത് വാങ്ങാതെ തിരികെ ഓടും. അങ്ങനെ ആ കുതിരക്കുട്ടി അമ്മയ്ക്കൊപ്പം സന്തോഷിച്ച് ചുറ്റി നടന്നൊരു ദിവസമാണ് അതിൻ്റെ ഉടമകൾ അവരെ രണ്ടാളെയും പിടിച്ച് ചന്തയിലേക്ക് കൊണ്ടുവരുന്നത്. ഇരുവരെയും വിൽക്കാൻ തന്നെയാണ് അവരുടെ ഉദ്ദേശം. അന്ന് ആദ്യമായി അവർ ആ കുതിരക്കുഞ്ഞിനെ അവൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് വേർപെടുത്തി. തൻ്റെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ടു പോകുന്നത് കണ്ട് അമ്മക്കുതിര വിരളി പൂണ്ടെങ്കിലും കുട്ടിക്കുതിര ഓടി അമ്മയുടെ അരികിലേക്ക് തിരികെ വന്നെങ്കിലും ഉടമകൾ വീണ്ടും അവനെ പിടിച്ചുകൊണ്ടുപോയി. ഇതേ സമയത്ത് തന്നെയാണ് കൃഷിയിടത്തിൽ നുകം വലിക്കാൻ ഒരു കുതിരയെ വാങ്ങാനായി ആൽബർട്ടിൻ്റെ അച്ഛൻ ടെഡും അയാളുടെ സുഹൃത്തുക്കളും ആ ചന്തയിലേക്ക് എത്തുന്നത്. ഒരു കരുത്തനായ കുതിരയാണ് തങ്ങൾക്ക് വേണ്ടത് എങ്കിലും ആ സുന്ദരനായ കുതിരക്കുട്ടിയെ കണ്ടപ്പോൾ അതിനെ സ്വന്തമാക്കണമെന്ന് ടെഡിനൊരു മോഹം തോന്നി. നിങ്ങൾ അവനെ കണ്ടില്ലേ? അവൻ എന്തൊരു സുന്ദരനാണ്, അവൻ എന്തോ പ്രത്യേകതയുണ്ട് എന്ന് അയാൾ തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു. അങ്ങനെ ആ ലേലം ആരംഭിച്ചു. ലേലത്തിൽ ആദ്യം കൊണ്ടുവന്നത് ആ കുതിരക്കുട്ടിയെ തന്നെയാണ്. ലേലം വിളിക്കാൻ ടെഡ് കൃഷി ചെയ്യുന്ന ഫാമിൻ്റെ ഉടമയായ ലിയോണും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അയാളുടെ അഹങ്കാരം ഒന്ന് കുറയ്ക്കണമെന്ന് കരുതിയിട്ടാവണം ടെഡ് ആ കുതിരക്കുട്ടിക്ക് ലേലം വിളിച്ചു തുടങ്ങി. 1 ഗിനിയാണ് ടെഡ് പറഞ്ഞ വില. ലിയോണും വിട്ടുകൊടുത്തില്ല. അയാൾ 2 പറഞ്ഞു. അങ്ങനെ ഇരുവരും വില കൂട്ടി വിളിക്കാൻ തുടങ്ങി. നമുക്ക് നുകം വലിക്കാൻ കഴിയുന്നൊരു കുതിരയാണ് വേണ്ടത് എന്ന് ടെഡിൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടും അയാൾ വിട്ടുകൊടുത്തില്ല. ഒടുവിൽ 30 ഗിനിക്ക് ടെഡ് അവനെ സ്വന്തമാക്കി. പക്ഷെ കുതിരയെ വാങ്ങിക്കഴിഞ്ഞപ്പോഴാണ് താൻ എന്ത് അബദ്ധമാണ് ചെയ്തത് എന്ന ബോധ്യം ടെഡിനുണ്ടായത്. അയാൾ ആ കുതിരയുമായി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ലിയോൺ അയാളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, ഇത് നല്ല കരുത്തനായ കുതിരയാണല്ലോ, ഇതിനെക്കൊണ്ടാണോ നിങ്ങൾ കൃഷി ചെയ്യാൻ പോകുന്നത്? എന്തായാലും വാടക മുടങ്ങട്ടെ, ബാക്കി ഞാൻ അപ്പോൾ പറയാം. അങ്ങനെ ആ കുതിരയുമായി ടെഡ് തൻ്റെ വീട്ടിലേക്ക് മടങ്ങിയെത്തി. തൻ്റെ ഭർത്താവ് ഒരു കുട്ടി കുതിരയുമായി മടങ്ങി വരുന്നത് കണ്ട് റോസിക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനെ 30 ഗിനി കൊടുത്താണ് വാങ്ങിയത് എന്ന് കൂടി അറിഞ്ഞപ്പോൾ റോസിക്ക് തൻ്റെ ദേഷ്യം അടക്കി വെക്കാനായില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഈ കുതിരക്കുട്ടിയെ കൊണ്ടാണോ നമ്മൾ കൃഷി ചെയ്യാൻ പോകുന്നത്? നമ്മളിനി എങ്ങനെ വാടക കൊടുക്കുമെന്ന് അവർ ടെഡിനോട് ചോദിച്ചു. വേഗം ഇവനെ തിരിച്ചു കൊടുത്ത് പൈസയും വാങ്ങി വരാൻ അവർ പറഞ്ഞപ്പോൾ ആൽബർട്ട് അതിന് സമ്മതിച്ചില്ല. അവനെ താൻ പരിശീലിപ്പിച്ചോളാമെന്നാണ് ആൽബർട്ട് പറയുന്നത്. 1 മാസം ഞാൻ രണ്ടാൾക്കും സമയം തരും. അതിനുള്ളിൽ ഇവനെ പരിശീലിപ്പിച്ചില്ലെങ്കിൽ ഞാൻ തന്നെ ഇവനെ കൊണ്ടുപോയി വിൽക്കുമെന്ന് റോസി ആ അച്ഛനും മകനും താക്കീത് കൊടുത്തു. ലിയോണിനോടാണ് ടെഡ് ലേലം വിളിച്ചത് എന്ന് കൂടി അറിഞ്ഞപ്പോൾ ആ വീടും ഫാമും നഷ്ടപ്പെടുമെന്ന് തന്നെ റോസി ഉറപ്പിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ആൽബർട്ട് ആ കുതിരക്കുട്ടിയെ ഒന്ന് മെരുക്കിയെടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു. പക്ഷെ പാത്രം നിറയെ ഓട്സും ചോളവും നൽകിയിട്ടും അവൻ ആൽബർട്ടിനോട് അടുത്തില്ല. അമ്മ തിരികെ വിളിക്കാറുള്ളത് ഇപ്പോഴും അവൻ്റെ ഓർമ്മയിലുണ്ടാവണം. അങ്ങനെ ഒടുവിൽ ആൽബർട്ട് അവൻ്റെ മുഖത്ത് നോക്കാതെ പുറം തിരിഞ്ഞു നിന്ന് അവൻ ആ പാത്രം വെച്ച് നീട്ടി. നന്നേ വിശന്നിട്ടായിരിക്കണം, അപ്പോൾ അവൻ ആ പാത്രത്തിൽ നിന്ന് കഴിച്ചു. ആൽബർട്ട് അവൻ്റെ മുഖത്ത് പതിയെ തലോടി. ആൽബർട്ട് അവനൊരു നല്ല പേരും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു, ജോയ്. ഞാൻ ആൽബർട്ട്, നീ എൻ്റെ ജോയ് എന്ന്
ആൽബർട്ട് അവന് പറഞ്ഞു കൊടുത്തു. പക്ഷെ ആ പേര് വിളിച്ചാലൊന്നും അവൻ അടുത്തേക്ക് വരുമായിരുന്നില്ല. അവനെ അടുത്തേക്ക് വിളിക്കാൻ ആൽബർട്ട് മൂളുന്ന പോലൊരു വിസിൽ വിളിച്ചു. പക്ഷെ എന്നിട്ടും ആദ്യം അവൻ അടുത്തേക്ക് വന്നില്ല. അതോടെ ആൽബർട്ട് ഒരുപാട് ദൂരത്തേക്ക് മാറി നിന്ന് വീണ്ടും വിസിൽ വിളിച്ചു. അപ്പോൾ ജോയ് പതിയെ ഓടി ആൽബർട്ടിനടുത്തേക്ക് എത്തി. ആ പരിശീലനമൊക്കെ കാണാൻ ആൽബർട്ടിൻ്റെ സുഹൃത്ത് ആൻഡ്രൂവും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയി. ഇപ്പോൾ ആൽബർട്ട് എവിടെ നിന്ന് വിസിൽ വിളിച്ചാലും ജോയ് ഓടി അവൻ്റെ അടുത്തേക്ക് എത്തും. ഓടിയെത്തുന്ന ജോയ്ക്ക് കൊടുക്കാൻ ആൽബർട്ട് കൈ നിറയെ ഓട്സും കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിയോൺ വാടക വാങ്ങാനായി ഫാമിലേക്ക് എത്തി. പക്ഷെ ടെഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന പണം വാടക കൊടുക്കാൻ തികയുമായിരുന്നില്ല. ഒരു വലിയ യുദ്ധം വരികയാണ് ടെഡ്, എനിക്കെൻ്റെ പണം ഉടൻ തന്നെ വേണമെന്നാണ് ലിയോൺ പറഞ്ഞത്. കൃഷി ഇറക്കി വിളവെടുത്താൽ ഉടൻ തന്നെ പണം മുഴുവൻ അടച്ചുകൊള്ളാമെന്ന് ടെഡ് ലിയോണിനോട് പറഞ്ഞു. പക്ഷേ ലിയോണിന് അത് അത്ര വിശ്വാസമില്ലായിരുന്നു. ആ കുട്ടിക്കുതിരയെ കൊണ്ടാണോ നിങ്ങൾ നിലമുഴാൻ പോകുന്നതെന്ന് അയാൾ ചോദിച്ചു. അവൻ ഉഴുതുകൊള്ളുമെന്നും എന്തു വന്നാലും കുടിശ്ശിക വന്ന പണം മുഴുവൻ തിരികെ തന്നുകൊള്ളാമെന്നും ടെഡ് വീണ്ടും ഉറപ്പ് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ലിയോൺ അതിന് സമ്മതിച്ചു. പക്ഷേ അയാൾക്ക് ഒരു നിബന്ധനയുണ്ടായിരുന്നു. ആ കുതിര നിലമുഴുതാൽ അയാൾ ടെഡിന് ഒക്ടോബർ വരെ സമയം കൊടുക്കും. കുതിരയ്ക്ക് അതിന് കഴിഞ്ഞില്ലെങ്കിൽ ആ കുതിരയെ അയാൾ എടുക്കും. അതോടൊപ്പം ഫാമും ആ വീടും അയാൾ തിരിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ പാവൻ ടെഡിന് മുന്നിൽ ഒരു മാർഗമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വേഗം കലപ്പ വെച്ച് കെട്ടാനുള്ള കോളറുമായി ജോയ്ക്കടുത്തേക്ക് എത്തി. അപ്പോൾ അവൻ കുഞ്ഞാണവന് കലപ്പ വലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ആൽബർട്ട് അയാളെ തടഞ്ഞു. അതിനുശേഷം ടെഡ് എടുത്തുകൊണ്ടുവന്നത് അയാളുടെ ഇരട്ടക്കുഴൽ തോക്കാണ്. കലപ്പ വലിക്കാൻ പറ്റില്ലെങ്കിൽ ഇവനെ കൊണ്ട് ഉപകാരമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞ് ടെഡ് ജോയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ആൽബർട്ട് ആ തോക്കിന് മുന്നിൽ കയറി നിന്നു. അവനെ ഒന്നും ചെയ്യരുത് എന്നും താൻ അവനെ കലപ്പ വലിക്കാൻ പരിശീലിപ്പിച്ചോളാമെന്നും ആൽബർട്ട് സമ്മതിച്ചു. സത്യത്തിൽ ജോയിയെ ഒന്നും ചെയ്യാൻ വേണ്ടിയായിരുന്നില്ല, ഗതികേട് കൊണ്ടാണ് ടെഡിന് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. അങ്ങനെ പിറ്റേന്ന് മുതൽ ആൽബർട്ട് ജോയിയെ പരിശീലിപ്പിക്കാൻ ആരംഭിച്ചു. ആദ്യം ആ കോളറൊന്ന് ഇടാൻ പോലും ജോയ് സമ്മതിച്ചില്ല. എങ്കിലും ആൽബർട്ട് ആ കോളറിലൂടെ തൻ്റെ തല കടത്തി കാണിച്ചപ്പോൾ ജോയ് അതിന് സമ്മതിച്ചു. അങ്ങനെ ആ കോളറും വെച്ച് കെട്ടി ആൽബർട്ട് ജോയിയെ ആ കൃഷിയിടത്തിലേക്ക് കൊണ്ടുവന്നു. കുന്നിൻ ചെരുവിലായി കുത്തനെ കിടക്കുന്നൊരു പ്രദേശത്താണ് കൃഷിയിടം. ജോയ്ക്ക് വലിയ കലപ്പയും വലിച്ച് മുകളിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ആൽബർട്ട് സംശയിക്കാതിരുന്നില്ല. അപ്പോഴേക്കും നിലമുഴുന്നത് കാണാൻ ലിയോണും അവിടേക്ക് എത്തിയിരുന്നു. അയാൾ കൃഷിയിടത്തിലേക്ക് നോക്കിയിരിക്കുന്ന ടെഡിൻ്റെ അടുത്തേക്ക് വന്ന് അയാളെ ഓരോന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുത്തൊന്നും പറയാതെ അതെല്ലാം കേട്ട് നിന്ന് കുറച്ചു കഴിഞ്ഞപ്പോൾ ടെഡ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അപ്പോഴേക്കും ആൽബർട്ട് ജോയിയുടെ കോളറിൽ കലപ്പ വെച്ച് കെട്ടിക്കഴിഞ്ഞിരുന്നു. കലപ്പയിൽ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാൻ ആൽബർട്ട് പറഞ്ഞെങ്കിലും ജോയ് അവിടെ നിന്ന് അനങ്ങിയില്ല. വീണ്ടും വീണ്ടും മുന്നോട്ട് നടക്കാൻ ആൽബർട്ട് പറഞ്ഞെങ്കിലും ജോയ് അവിടെ തന്നെ നിന്നു. ചാട്ട പ്രയോഗിക്കാതെ അവൻ മുന്നോട്ട് പോകില്ല എന്ന് ടെഡ് ആൽബർട്ടിനോട് പറഞ്ഞു. അതിന് തീരെ മനസ്സില്ലാതിരുന്നിട്ടും ആ ചാട്ട കയ്യിലെടുത്ത് ആൽബർട്ട് ജോയിയെ പതിയെ ഒന്ന് തല്ലി. അതോടെ ജോയ് വേഗം മുന്നോട്ടോടാൻ തുടങ്ങി. പെട്ടെന്ന് നിലത്ത് വീണുപോയ ആൽബർട്ടിനെയും ആ കലപ്പയും വലിച്ചുകൊണ്ട് അവൻ കുന്നിൻ മുകളിലേക്ക് കയറാൻ തുടങ്ങി. പക്ഷേ മണ്ണൊരു തരി പോലും ഇളകിയില്ല. അപ്പോഴേക്കും ആ കുട്ടിക്കുതിരയെ കൊണ്ട് നിലമുഴുന്നത് കാണാൻ ആ ഗ്രാമത്തിലുള്ള ആളുകളെല്ലാം അവിടേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ജോയി ആകട്ടെ കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് നടക്കാൻ തുടങ്ങിയെങ്കിലും കൃഷി നടക്കാതെ ഉറച്ചുപോയ ആ മണ്ണിലേക്ക് കലപ്പ ആഴ്ന്നിറങ്ങിയില്ല. അതവിടെയുള്ള പാറകളിലും കല്ലുകളിലും തട്ടി തടഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ തീരെ മുന്നോട്ട് പോകാൻ കഴിയാതെ ജോയ് അവിടെ മുട്ടുകുത്തി വീണുപോയി. ലിയോൺ അപ്പോഴെല്ലാം അവിടെ നിന്ന് ആൽബർട്ടിനെയും അവൻ്റെ കുതിരയും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ദൈവാനുഗ്രഹം എന്നോണം അവിടെ മഴ പെയ്തു തുടങ്ങുന്നത്. കാഴ്ച കണ്ട് നിന്നവരെല്ലാം മഴ നനയാതെ അവിടെ നിന്ന് ഓടിപ്പോയി. അപ്പോഴാണ് ആൽബർട്ട് ശ്രദ്ധിച്ചത്. മണ്ണ് നന്നായി കുതിർന്നിരിക്കുന്നു. അവൻ ഓടി ജോയ്ക്കടുത്തേക്ക് എത്തി പറഞ്ഞു, നമുക്കിതിപ്പോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. നമ്മുടെ ജീവിതം ഇതിനെ ആശ്രയിച്ചാണ് ജോയ്. നന്നായി വലിക്കണേടാ. ആൽബർട്ട് പറഞ്ഞത് മനസ്സിലായിട്ടോ എന്തോ ജോയ് ശക്തിയായി കലപ്പ വലിക്കാൻ തുടങ്ങി. കുതിർന്ന മണ്ണ് കലപ്പ ആഴ്ന്നിറങ്ങി ഇളകാൻ തുടങ്ങി. അവർ നിലമുഴാൻ തുടങ്ങിയത് കണ്ടപ്പോൾ ഓടിപ്പോയവരെല്ലാം മടങ്ങി അവിടേക്ക് വന്നു. ടെഡും റോസിയും ആകട്ടെ ആ മഴ നനഞ്ഞുകൊണ്ട് അവിടെ അതെല്ലാം സന്തോഷത്തോടെയും ആശ്വാസത്തോടെയും നോക്കി നിന്നതേയുള്ളൂ. ആൽബർട്ട് നിലമുഴുത് കഴിയും മുന്നേ പരാജിതനായി ലിയോൺ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ആ മഴ കഴിഞ്ഞപ്പോഴേക്കും അവർ ആ കൃഷിയിടമാകെ ഉഴുതു കഴിഞ്ഞിരുന്നു. റോസിയാകട്ടെ ആൽബർട്ടിൻ്റെയും ജോയിയുടെയും ശരീരത്തിൽ മുറിവ് പറ്റിയിടത്തെല്ലാം മരുന്ന് വെച്ചു കൊടുത്തു. അപ്പോഴെല്ലാം അച്ഛൻ്റെ മദ്യപാനത്തെക്കുറിച്ചാണ് ആൽബർട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. അച്ഛൻ എന്താണ് ഇങ്ങനെ ആലോചനകളില്ലാതെ ഓരോന്ന് ചെയ്യുന്നത്? ഈ നശിച്ച മദ്യപാനമാണ് എല്ലാത്തിനും കാരണം.
എന്നാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൽബർട്ടിനെ റോസി തിരുത്തുകയാണ് ചെയ്തത്. നിനക്ക് നിന്റെ അച്ഛനെ മനസ്സിലാകാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആരോടും പറയാത്ത എന്തൊക്കെയോ വേദനകളുണ്ട് എന്ന് എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞ ശേഷം റോസി ആ കുതിരപ്പന്തിയുടെ മൂലയിൽ പൊടി പിടിച്ചു കിടന്ന പെട്ടികളിൽ ഒന്നിൽ നിന്ന് ഒരു പൊതി എടുത്തു കൊണ്ടുവന്നു. അതിലൊരു റെജിമെൻ്റൽ പെന്നൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 7th ബറ്റാലിയൻ ഇമ്പീരിയൽ യോമൻട്രിയിലെ സെർജൻ്റ് ആയിരുന്ന ടെഡിൻ്റേതായിരുന്നു ആ പെന്നൻ്റ്. അതോടൊപ്പം 2 മെഡലുകൾ കൂടി ഉണ്ടായിരുന്നു. ഒന്ന് ബോർ യുദ്ധത്തിൽ പങ്കെടുത്തതിൻ്റെ, മറ്റൊന്ന് ധീരതയ്ക്കുള്ള രാജ്ഞിയുടെ ഡിസ്റ്റിങ്ഷ്ഡ് കണ്ടക്ട് മെഡൽ. ആ യുദ്ധത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. എങ്കിലും അദ്ദേഹം തൻ്റെ ഒപ്പമുള്ള ആളുകളെ രക്ഷിച്ചു. അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല, കൂടുതലൊന്നും അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. പക്ഷേ യുദ്ധം കഴിഞ്ഞ് വന്ന പാടെ ഈ മെഡലുകൾ അദ്ദേഹം ചവറ്റുകുട്ടയിൽ എറിയുകയാണ് ചെയ്തത്. ഒരുപക്ഷെ തൻ്റെ ഒപ്പമുള്ള ആളുകളെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് ആരെങ്കിലും കൊല്ലേണ്ടി വന്നിരിക്കാം. എന്തുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ നേട്ടത്തിൽ അദ്ദേഹത്തിന് അഭിമാനിക്കാൻ കഴിഞ്ഞില്ല. ഒന്നു മാത്രം എനിക്കറിയാം, അദ്ദേഹം ആ യുദ്ധം കഴിഞ്ഞ് മടങ്ങിയെത്തിയത് ശരീരത്തിനൊപ്പം മനസ്സിന് മുറിവേറ്റാണ്. നിന്റെ അച്ഛന് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാവാം, അത് മറക്കാൻ അദ്ദേഹം മദ്യപിക്കുന്നുമുണ്ടാവാം. പക്ഷെ അദ്ദേഹം ഒരു പരാജിതനല്ല. അങ്ങനെ പരാജയപ്പെടാൻ മനസ്സില്ല എന്ന് നീയും ഇന്ന് ആ മനുഷ്യർക്ക് മുന്നിൽ തെളിയിച്ചില്ലേ? ഇത് പറഞ്ഞ് റോസിയ പെന്നൻ്റ് ആൽബർട്ടിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് പോയി. എന്നാൽ തൻ്റെ അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു എന്ന് മാത്രമേ ആൽബർട്ടിന് അറിയുമായിരുന്നുള്ളൂ. അമ്മ പറഞ്ഞപ്പോൾ മാത്രമാണ് അച്ഛൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് അവന് മനസ്സിലാവുന്നത്. ഇതേസമയം നിലമെല്ലാം ഉഴുതതോടെ ടെഡ് കൃഷിയിടത്തിൽ വിത്തുകൾ വിതച്ചു തുടങ്ങി. ടർണിപ്പുകളാണ് അയാൾ കൃഷി ചെയ്യുന്നത്. അങ്ങനെ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ടെഡിൻ്റെ ടർണിപ്പ് ചെടികളെല്ലാം തളർത്തു വന്നു. ആൽബർട്ട് ആകട്ടെ പകൽ മുഴുവൻ ജോയ്ക്കൊപ്പം ഡേവണിലെ കുന്നുകളിലൂടെയും പുൽമേടുകളിലൂടെയും സഞ്ചരിച്ചു കൊണ്ടിരുന്നു. നല്ല ഓട്ടക്കാരനായിരുന്നുവെങ്കിലും ജോയ്ക്ക് ചാടാൻ പേടിയായിരുന്നു. പൊക്കമുള്ള കയ്യാലക്കെട്ടുകൾക്കും വേലികൾക്കും മുകളിലൂടെ ചാടാൻ അവൻ മടിച്ചു നിന്നു. അങ്ങനെ ഇരിക്കെയാണ് വീണ്ടും മഴ എത്തുന്നത്. കഴിഞ്ഞ തവണ മഴ ഒരു അനുഗ്രഹമായിരുന്നുവെങ്കിൽ ഇത്തവണ അതൊരു ശാപമായാണ് ആ കുടുംബത്തിന് മേൽ പതിക്കുന്നത്. ആർത്തു പെയ്ത ആ മഴയിൽ വിളവെത്താത്ത ടർണിപ്പ് ചെടികളെല്ലാം നശിച്ചുപോയി. ഇനി എങ്ങനെ ലിയോൻ്റെ പണം നൽകും? നമ്മളിനി എന്ത് ചെയ്യുമെന്ന് റോസി ടെഡിനോട് ചോദിച്ചു. പക്ഷേ ടെഡിനത് ചോദിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ കുറച്ചൊക്കെ ദൗർഭാഗ്യമുണ്ടാവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ നമുക്ക് മാത്രം ദൈവം അളവിൽ കൂടുതൽ ദൗർഭാഗ്യം തരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനെയായിപ്പോയതിൽ നിനക്കെന്നോട് വെറുപ്പ് തോന്നിയാൽ ഞാനതിൽ തെറ്റ് പറയില്ല എന്ന് അയാൾ റോസിയോട് പറഞ്ഞു. ശരിയാണ്, എനിക്ക് വെറുപ്പ് തോന്നിയേക്കാം. പക്ഷെ അതിനർത്ഥം എൻ്റെ സ്നേഹം കുറഞ്ഞു എന്നല്ല എന്ന് റോസി മറുപടി പറഞ്ഞു. തകർന്നിരിക്കുന്ന ടെഡിന് റോസിയുടെ ആ വാക്കുകൾ നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് ജീവിതം വീണ്ടും കഠിനമാക്കിക്കൊണ്ട് 1ാം ലോക മഹായുദ്ധം കടന്നു വരുന്നത്. ഇംഗ്ലണ്ട് ജർമ്മനിയുമായി യുദ്ധം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നാട്ടിലാകെ കൊണ്ടുപിടിച്ച് പട്ടാള റിക്രൂട്ട്മെൻറ്റുകൾ ആരംഭിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ദിവസം ആൽബർട്ട് കുതിരപ്പന്തിയിലേക്ക് എത്തി നോക്കുമ്പോൾ ജോയിയെ അവിടെ എങ്ങും കാണാനുണ്ടായിരുന്നില്ല. അവൻ എവിടെയെന്ന് അന്വേഷിച്ച് റോസിയുടെ അടുത്തേക്ക് ആൽബർട്ട് ഓടിയെത്തിയപ്പോൾ അമ്മ കരയുന്നത് കണ്ട് അവനത് മനസ്സിലായി. അച്ഛൻ ജോയിയെ വിൽക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. വാടക കൊടുക്കാൻ ജോയിയെ വിൽക്കുകയല്ലാതെ ടെഡിന് മുന്നിൽ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല. അവനെ വിൽക്കാനായി അയാൾ കൊണ്ടുപോയത് ഒരു പട്ടാള റിക്രൂട്ട്മെൻറ്റ് ക്യാമ്പിലേക്കാണ്. യുദ്ധത്തിനായി പട്ടാളത്തിന് അന്ന് ഒരുപാട് കുതിരകളെ ആവശ്യമുണ്ടായിരുന്നു. ഇവൻ ഐറിഷ് ഹണ്ടർ ഇനത്തിൽപ്പെട്ടതാണ്. ഇന്നാട്ടിലെ ഏറ്റവും മികച്ച ഓട്ടക്കാരൻ, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ കുതിര. നെഞ്ചു പിടഞ്ഞുകൊണ്ടാണ് അയാളത് ആ പട്ടാളക്കാരനോട് പറഞ്ഞു തീർത്തത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ജോയിയെ ക്യാപ്റ്റൻ ജെയിംസ് നിക്കോൾസിന് ബോധിച്ചു. ആരോഗ്യവാനായ ഒരു സുന്ദരൻ കുതിര. അങ്ങനെ 30 പൗണ്ടിന് ടെഡ് ജോയിയെ ബ്രിട്ടീഷ് പട്ടാളത്തിന് വിറ്റു. ആൽബർട്ട് ഓടി അവിടേക്ക് എത്തുമ്പോഴേക്കും കച്ചവടം നടന്നു കഴിഞ്ഞിരുന്നു. ഇവൻ എൻ്റെയാണ്, ഇവനെ വിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല, എന്നോടിങ്ങനെ ചെയ്യരുത് എന്ന് ആൽബർട്ട് അച്ഛനോട് പറഞ്ഞു. പക്ഷെ അയാൾക്ക് വേറെ മാർഗങ്ങളുണ്ടായിരുന്നില്ല. ഇവൻ എന്നെ മാത്രമേ അനുസരിക്കൂ, ഇവൻ യുദ്ധത്തിനൊന്നും പോയിട്ടില്ല, വലിയ ശബ്ദങ്ങൾ കേട്ടാൽ ഇവൻ പേടിക്കുമെന്നൊക്കെ ആൽബർട്ട് ക്യാപ്റ്റനോട് പറഞ്ഞു നോക്കിയെങ്കിലും വിറ്റ ടെഡ് തിരിച്ചെടുക്കാതെ ആ പട്ടാളക്കാരനും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എങ്കിൽ താനും ജോയ്ക്കൊപ്പം പട്ടാളത്തിൽ ചേർന്നു കൊള്ളാമെന്ന് ആൽബർട്ട് പറഞ്ഞു നോക്കി. പക്ഷെ അപ്പോഴും ആൽബർട്ടിന് 18 വയസ്സ് തികഞ്ഞിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ പട്ടാളത്തിലെടുക്കാനും കഴിയില്ല. നിന്റെ അച്ഛനും മറ്റു വഴികളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവനെ വിറ്റത് എന്നെനിക്ക് മനസ്സിലാവും. പക്ഷെ ഒരു കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് തരാം, ഞാനിവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. എൻ്റെ സ്വന്തം കുതിരയെപ്പോലെ ഞാനിവനെ സംരക്ഷിച്ചോളാം. എനിക്ക് കഴിയുമെങ്കിൽ യുദ്ധം അവസാനിക്കുമ്പോഴേക്കും
ഞാനിവനെ നിന്റെ കൈകളിൽ തിരിച്ചേൽപ്പിച്ചോളാം. അതുവരെ നീ എനിക്കിവനെ വിട്ടുതരില്ലേ? ക്യാപ്റ്റൻ ജെയിംസിൻ്റെ അഭ്യർത്ഥനയോട് മറുത്തു പറയാൻ ആൽബർട്ടിന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ റോസിയോട് നമുക്ക് ഫാം നഷ്ടപ്പെടുത്താൻ കഴിയില്ലല്ലോ എന്ന് ടെഡി ചോദിച്ചു. താൻ ചെയ്തത് തെറ്റായിപ്പോയോ എന്നായിരുന്നു അയാൾക്ക് അറിയേണ്ടിയിരുന്നത്. തങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നന്നേ ബോധ്യമുണ്ടായിരുന്ന റോസി തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തിയില്ല. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ സൈനികരെയും കുതിരകളെയുമായി പട്ടാളം ഡേവണിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷെ പോവും മുൻപ് ആൽബർട്ട് ജോയിക്കടുത്തേക്ക് ഓടിയെത്തി തൻ്റെ അച്ഛൻ്റെ പെഞ്ഞൻ്റ് അവൻ്റെ കടിഞ്ഞാണിൽ കെട്ടിയിട്ടു. പേടിക്കണ്ട, നീ എവിടെയായിരുന്നാലും ഞാൻ നിന്നെ കണ്ടെത്തിക്കോളാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിരികെ നമ്മുടെ വീട്ടിലേക്ക് വരാമെന്ന് ആൽബർട്ട് ജോയിയോട് പറഞ്ഞു. ആൽബർട്ട് അങ്ങനെയൊക്കെ പറഞ്ഞുവെങ്കിലും തന്നെ എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് പോലും അറിയാതെ തന്നെ വലിച്ചു കൊണ്ടുപോകുന്ന പട്ടാളക്കാരനൊപ്പം ജോയി നടന്നു. പക്ഷേ ഇടയ്ക്ക് അവൻ ആൽബർട്ടിനെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പട്ടാളക്കാരൻ അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ജോയിയുമായി അവർ സൈനിക ക്യാമ്പിലേക്ക് എത്തി. ജോയിയെ കൂടാതെ അവിടെ മറ്റനേകം കുതിരകളുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ തങ്ങളെ പരിചരിക്കുന്ന പട്ടാളക്കാർക്ക് മുന്നിൽ അനുസരണയോടെ നിൽക്കുന്നു. ജോയി ആകട്ടെ പേടിച്ചാണ് അവിടേക്ക് നടന്നത്. അപരിചിതമായ സ്ഥലം, അറിയാത്ത ആളുകൾ, അവനൊട്ടും തന്നെ പരിചിതമല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇടയ്ക്കവൻ പേടിച്ച് വിരളി പൂണ്ടോടിയപ്പോൾ സർജന്റ് പെർക്കിൻസ് ആണ് അവനെ പിടിച്ചു നിർത്തിയത്. പെർക്കിൻസ് അവനെ കൊണ്ടുപോയി കിട്ടുന്നത് ഒറ്റയ്ക്ക് നിൽക്കുന്ന മറ്റൊരു കുതിരയുടെ അടുത്താണ്. തിളങ്ങുന്ന കറുത്ത രോമമുള്ള ദൃഢകായനായ കുതിരയുടെ പേര് ടോപ്പ് തോൺ എന്നാണ്. ആ ക്യാമ്പിലെ ഏറ്റവും മിടുക്കനായ കുതിര. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ക്യാപ്റ്റൻ ജെയിംസ് അവിടേക്കെത്തി. ഇവൻ എൻ്റെ കുതിരയാണ്, ഇവനൊരു കുറവും വരുത്തരുത് എന്ന് ജെയിംസ് പെർക്കിൻസിനോട് പറഞ്ഞു. അവരങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് മേജർ ജെയ്മി സ്റ്റൂവർട്ടും സംഘവും അവിടേക്ക് വരുന്നത്. മേജർ ജെയ്മിയുടെ കുതിരയാണ് ടോപ്പ് തോൺ. തൻ്റെ കുതിരയ്ക്കടുത്ത് മറ്റൊരു കുതിരയെ കണ്ടപ്പോൾ ആരൊക്കെ വന്നാലും എൻ്റെ ടോപ്പ് തോണിൻ്റെ സ്ഥാനത്തിന് ഇളക്കം തട്ടില്ല എന്ന് മേജർ ജെയ്മി തമാശ രൂപേണ ക്യാപ്റ്റൻ ജെയിംസിനോട് പറഞ്ഞു. ജെയിംസും വിട്ടുകൊടുത്തില്ല. ആ സ്ഥാനം ഉറപ്പിക്കാൻ വരട്ടെ, ഇവനും നിസ്സാരക്കാരനല്ല എന്നാണ് ക്യാപ്റ്റൻ ജെയിംസ് പറഞ്ഞത്. എന്തു തന്നെയായാലും നാളെ ആ തർക്കത്തിനൊരു തീർപ്പുണ്ടാവും. നാളെ കുതിരകളുടെ പരിശീലനം തുടങ്ങുകയാണ്. കൂട്ടത്തിലും മിടുക്കൻ ആരെന്ന് നാളെ അറിയാം. അങ്ങനെ പിറ്റേന്ന് പരിശീലനം തുടങ്ങി. മത്സരത്തിനായി കുതിരകൾ അവിടെ നിരനിരയായി തയ്യാറായി നിൽക്കുന്നു. മത്സരം തുടങ്ങിയതും അതിവേഗം മുന്നിലേക്ക് എത്തിയത് ടോപ്പ് തോണും ജോയിയുമാണ്. ഇതുവരെയും ടോപ്പ് തോണിനൊപ്പമെത്താൻ അവിടെയുള്ള കുതിരകൾക്കൊന്നും സാധിച്ചിരുന്നില്ല. ജെയ്മി അത്ഭുതപ്പെട്ട് ജെയിംസിനെ നോക്കുമ്പോൾ അയാളുടെ മുഖത്തും അതേ ആശ്ചര്യമുണ്ടായിരുന്നു. ഇടയ്ക്ക് ടോപ്പ് തോൺ ജോയിയെ പിന്നിലാക്കി മുന്നേറിയെങ്കിലും ജോയ് നിഷ്പ്രയാസം ടോപ്പ് തോണിനെ മറികടന്ന് കുതിച്ചു പാഞ്ഞ് ഫിനിഷ് ലൈനിലെത്തി. മേജർ ജെയ്മിക്ക് തോൽവി സമ്മതിക്കേണ്ടി വന്നു. അതൊരു മത്സരമായിരുന്നുവെങ്കിലും ഒരാൾ തോറ്റുവെങ്കിലും ജോയും ടോപ്പ് തോണും ഈ സമയം കൊണ്ട് തന്നെ കൂട്ടുകാരായി മാറിയിരുന്നു. ക്യാപ്റ്റൻ ജെയിംസ് ആകട്ടെ ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ ജോയിയുടെ ചിത്രങ്ങൾ വരയ്ക്കും. ജെയ്മി അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ആൽബർട്ടിനെ അയക്കാൻ വേണ്ടിയാണ് താനിത് വരയ്ക്കുന്നത് എന്നാണ് അയാൾ പറഞ്ഞത്. ജോയിയെ വളർത്തിയത് ആ പയ്യനാണ്. ജോയി സുഖമായിരിക്കുന്നുവെന്ന് അവനെ അറിയിക്കാമെന്ന് കരുതി. ജെയിംസ് ആ ചിത്രങ്ങൾ വരയ്ക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. നാളെ ഇംഗ്ലീഷ് പട്ടാളം ജർമ്മൻ സേനയെ നേരിടാൻ ഫ്രാൻസിലേക്ക് പോവുകയാണ്. അവിടെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പിറ്റേന്ന് ഇംഗ്ലീഷ് പട്ടാളം ഫ്രാൻസിലേക്കെത്തി. എന്നാൽ ഏകദേശം 600 പേരടങ്ങുന്ന ജർമ്മൻ പടയാണ് അവിടെ തമ്പടിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് പട്ടാളമാകട്ടെ അതിൻ്റെ പകുതി പോലുമില്ല. പക്ഷേ ഇംഗ്ലീഷ് സൈന്യത്തിന് മറ്റ് ചില കാര്യങ്ങളിൽ മുൻതൂക്കമുണ്ടായിരുന്നു. ഒന്ന്, ഇംഗ്ലീഷ് പട ഫ്രാൻസിൽ എത്തിയിട്ടുണ്ടെന്ന് ജർമ്മൻ സേനയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ പുലർച്ചെ അവർ തീരെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ആക്രമിക്കാമെന്നാണ് മേജർ ജെയ്മി തീരുമാനിച്ചത്. അവിടെ തമ്പടിച്ചിരിക്കുന്ന ജർമ്മൻ സേനയ്ക്ക് കുതിരപ്പടയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മേജർ ജെയ്മി വിജയം ഉറപ്പിച്ചു. അങ്ങനെ നേരം പുലർന്നതോടെ പട്ടാളം യുദ്ധത്തിന് തയ്യാറെടുത്തു. ക്യാപ്റ്റൻ ജെയിംസ് ജോയിക്കടുത്തേക്കെത്തി കുഴപ്പമൊന്നും ഉണ്ടാവില്ലടാ എന്നവനോട് പറഞ്ഞ് പരിശീലനത്തിനിടയ്ക്ക് താൻ ഊരി മാറ്റിയ പെന്നൻ്റ് വീണ്ടും അവൻ്റെ കടിഞ്ഞാണിൽ കെട്ടി. അങ്ങനെ ഇംഗ്ലീഷ് പട്ടാളം ജർമ്മൻ സേന തമ്പടിച്ചിരിക്കുന്നിടത്തേക്ക് നീങ്ങാൻ ആരംഭിച്ചു. വാളുകളുമേന്തി കഴുത്തൊപ്പം പൊക്കമുള്ള പുല്ലിലൂടെ ഇംഗ്ലീഷ് കുതിരപ്പട ജർമ്മൻ ക്യാമ്പ് ലക്ഷ്യമാക്കി പാഞ്ഞു. ആ കുതിരക്കുളമ്പടിയുടെ മുഴക്കം കേട്ടാണ് ജർമ്മൻ പട്ടാളക്കാരിൽ പലരും ഉണർന്നത് പോലും. ഒരു പോരാട്ടത്തിന് ഒട്ടും തന്നെ തയ്യാറല്ലാതിരുന്ന ജർമ്മൻ പട്ടാളക്കാർ ഇംഗ്ലീഷുകാരെ കണ്ട് 4 പാടും ചിതറിയോടി. അതിവേഗത്തിൽ പാഞ്ഞെടുത്ത ഇംഗ്ലീഷ് സൈന്യം ജർമ്മൻ പട്ടാളക്കാർക്ക് തങ്ങളുടെ തോക്കുകളിൽ തിര നിറയ്ക്കാൻ പോലും അവസരം കൊടുക്കാതെ അവരെ അരിഞ്ഞു വീഴ്ത്താൻ തുടങ്ങി. അതിനുശേഷം അവർ കാട്ടിലേക്ക് ഓടിപ്പോകുന്ന പട്ടാളക്കാർക്ക് പിന്നാലെ പാഞ്ഞു. പക്ഷേ അതൊരു കെണിയാണെന്ന് ഇംഗ്ലീഷ് പട്ടാളം തിരിച്ചറിഞ്ഞില്ല.
ജർമ്മൻ സൈന്യം ആ കാട്ടിൽ തങ്ങളുടെ മെഷീൻ ഗണ്ണുകൾ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മൻകാരുടെ മെഷീൻ ഗണ്ണുകൾ തീ തുപ്പാൻ തുടങ്ങിയപ്പോഴാണ് തങ്ങൾക്ക് പിണഞ്ഞ അബദ്ധം ഇംഗ്ലീഷ് പട്ടാളം തിരിച്ചറിഞ്ഞത്. ഇംഗ്ലീഷ് പട്ടാളക്കാരും അവരുടെ കുതിരകളും വെടിയേറ്റ് അവിടെ പിടഞ്ഞു വീണു. ജോയ് പാഞ്ഞ കാട്ടിലേക്ക് കയറുമ്പോൾ അവന് പുറത്ത് ക്യാപ്റ്റൻ ജെയിംസ് ഉണ്ടായിരുന്നില്ല. അയാളും വെടിയേറ്റ് പാതി വഴിയിൽ വീണു പോയിരുന്നു. മേജർ ജെയ്മി ഉൾപ്പെടെ ശേഷിച്ച ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് ജർമ്മൻ പടയ്ക്ക് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു. അതോടെ ടോപ്തോണും ജോയിയും ജർമ്മൻ പട്ടാളത്തിൻ്റെ പിടിയിലായി. കാട്ടിൽ നിന്ന് പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവരുന്ന ജോയിക്കടുത്തേക്ക് ടോപ്തോൺ ഓടിയെത്തി. ഇത്തരം ചെറിയ കുതിരകൾ പീരങ്കികൾ വലിക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അവയെ കൊന്നുകളയാനാണ് ജർമ്മൻകാർ ആദ്യം തീരുമാനിച്ചത്. എന്നാൽ പരിക്കേറ്റ സൈനികരെ ക്യാമ്പിലേക്ക് എത്തിക്കാൻ ഈ കുതിരകൾ ഉപകാരപ്പെടുമെന്ന് ഗുന്തർ എന്ന പട്ടാളക്കാരൻ പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് ജർമ്മൻ കമാൻഡർക്കും തോന്നി. കോളർ ധരിപ്പിക്കാനായി ഗുന്തർ ടോപ്തോണിനടുത്തേക്കാണ് ആദ്യം എത്തിയതെങ്കിലും അവനതിന് സമ്മതിച്ചില്ല. അവൻ പേടിച്ച് പിന്മാറുന്നത് കണ്ടിട്ടാവണം ജോയ് എവിടേക്ക് ഓടിയെത്തി ഗുന്തറിന് മുന്നിൽ തല ചായച്ചു നിന്നു. ആ കോളർ ധരിക്കാൻ ജോയ് തയ്യാറായി നിൽക്കുന്നത് കണ്ടപ്പോൾ ടോപ്തോൺ പിന്നെ പേടിച്ചില്ല. ഇവനെ ആരാണിതൊക്കെ പഠിപ്പിച്ചത് എന്ന് ഗുന്തർ അത്ഭുതപ്പെട്ടു. അപ്പോഴും ആ പെന്നൻ്റ് അവൻ്റെ കടിഞ്ഞാണിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അവനെ ഇതൊക്കെ പഠിപ്പിച്ചയാൾ തന്നെ കെട്ടിയതാവുമത് എന്ന് മനസ്സിലായെങ്കിലും ഗുന്തർ അത് അഴിച്ചെടുത്ത് തൻ്റെ പോക്കറ്റിലിട്ടു. ഇനി ജോയ് ജർമ്മൻ പട്ടാളത്തിനൊപ്പമാണ്. അപ്പോഴേ ഇംഗ്ലീഷ് പെന്നൻ്റ് അവൻ്റെ ശരീരത്തിൽ കിടക്കുന്നത് ശരിയല്ല എന്ന് ഗുന്തറിന് തോന്നി. അങ്ങനെ പരിക്കേറ്റ പട്ടാളക്കാരെ ഇരുത്തിയ വണ്ടിയും വലിച്ച് ജോയും ടോപ്തോണും മറ്റൊരു ജർമ്മൻ ക്യാമ്പിലേക്ക് നടന്നു. ആഴ്ചകൾ അങ്ങനെ കടന്നുപോയി. അപ്പോഴേക്കും ക്യാപ്റ്റൻ ജെയിംസ് എഴുതിയ കത്തും വരച്ച ചിത്രങ്ങളും ആൽബർട്ടിനടുത്തേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു. ആദ്യം ആ ചിത്രങ്ങൾ കണ്ട് ആൽബർട്ടിന് സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ കത്ത് വായിച്ചപ്പോൾ ആൽബർട്ടിൻ്റെ നെഞ്ച് പിടഞ്ഞു. ക്യാപ്റ്റൻ ജെയിംസ് കൊല്ലപ്പെട്ടിരിക്കുന്നു. സർജൻ പെർക്കിൻസ് ആണ് ജെയിംസ് എഴുതിയ കത്തുകളും ആ ചിത്രങ്ങളും ആൽബർട്ടിന് അയച്ചത്. ക്യാപ്റ്റൻ ജെയിംസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്നാണ് കത്തിൽ. അതിനർത്ഥം ജോയും അയാൾക്കൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. റോസി ആൽബർട്ടിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ വാക്കുകളൊന്നും അവന് കേൾക്കാൻ കഴിഞ്ഞില്ല. ഇതേസമയം മറ്റൊരു വശത്ത് ജോയും ടോപ്തോണും ജർമ്മൻ സൈന്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരുന്നു. സൈന്യമാകട്ടെ മറ്റൊരു പോരാട്ടത്തിന് പുറപ്പെടാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ അവർ ഇത്തവണയും കുതിരകളെ പോരാട്ടത്തിന് കൊണ്ടുപോയില്ല. ക്യാമ്പിലെ കുതിരകളുടെ ചുമതല മേജർ ഏൽപ്പിച്ചത് ഗുന്തറിനെ തന്നെയാണ്. എന്നാൽ തൻ്റെ അനുജൻ മൈക്കിളിനെയും തൻ്റെ ഒപ്പം നിർത്തിക്കോട്ടെ എന്ന് ഗുന്തർ ചോദിച്ചുവെങ്കിലും ആ മേജർ അതിന് സമ്മതിച്ചില്ല. മൈക്കിളിന് വെറും 14 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അവരുടെ അച്ഛനാണ് അവനെ നിർബന്ധിച്ച് പട്ടാളത്തിൽ ചേർത്തത്. താനില്ലാതെ മൈക്കിളിനെ ആ യുദ്ധക്കളത്തിലേക്ക് പറഞ്ഞുവിടാൻ ഗുന്തറിന് ഭയമായിരുന്നു. അവനോട് പോവണ്ട എന്ന് ഗുന്തർ എത്ര തവണ പറഞ്ഞിട്ടും അവനത് കേട്ടില്ല. നീ പേടിക്കേണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല എന്നാണ് മൈക്കിൾ പറഞ്ഞത്. പക്ഷേ എന്നിരുന്നാലും തൻ്റെ അനുജനെ പറഞ്ഞുവിടാൻ ഗുന്തറിന് മനസ്സ് വന്നില്ല. ഒടുവിൽ ഗുന്തർ ആ കടുങ്കൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ വധശിക്ഷയാണ് കിട്ടുക എന്ന് അറിയാമായിരുന്നിട്ടും മാർച്ച് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന പട്ടാളക്കാർക്കടുത്തേക്ക് പോയ മൈക്കിളിൻ്റെ ബാഗിൽ ഗുന്തർ തൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന പെന്നൻ്റ് കെട്ടിയിട്ടു. അത്രയും പട്ടാളക്കാർക്കിടയിൽ നിന്ന് തൻ്റെ അനുജനെ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയായിരുന്നു അത്. അതിനുശേഷം പട്ടാളക്കാർ മാർച്ച് ചെയ്ത് ഒരുപാട് ദൂരേക്ക് എത്തും മുൻപ് ഗുന്തർ ടോപ്തോണിന് മുകളിൽ കയറി ജോയിയുമായി അവിടേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് ആ പട്ടാളക്കാർക്കിടയിൽ നിന്ന് മൈക്കിളിനെ കണ്ടെത്തി അവനെ കുതിരപ്പുറത്തേക്ക് വലിച്ചു കയറ്റി അവിടെ നിന്ന് വീണ്ടും കുതിച്ചു പാഞ്ഞു. അവിടെ നിന്നവർ കുതിരയോടിച്ചെത്തുന്നത് ഒരു വിജനമായ പ്രദേശത്ത് വിൻഡ് മില്ലിനടുത്തേക്കാണ്. പട്ടാളത്തിൻ്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചിരിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലം ഇനി കിട്ടാനില്ല. അന്ന് രാത്രി അവിടെ തന്നെ കഴിച്ചുകൂട്ടാൻ അവർ തീരുമാനിച്ചു. അതിനുശേഷം ഗുന്തർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പെന്നൻ്റ് വീണ്ടും ജോയുടെ കടിഞ്ഞാണിൽ കെട്ടി. ഇനി തങ്ങൾ എവിടേക്ക് പോകുമെന്ന ചോദ്യമാണ് അവരെ അലട്ടിയത്. പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടിയ മക്കളെ അഭിമാനിയായ തങ്ങളുടെ അച്ഛൻ ഇനി തിരിച്ച് വീട്ടിലേക്ക് കയറ്റില്ല. അതുകൊണ്ട് തന്നെ ഇറ്റലിക്ക് കടക്കാമെന്നാണ് അവർ തീരുമാനിച്ചത്. അങ്ങനെ പുലർച്ചെ തന്നെ പുറപ്പെടാമെന്ന് ഉറപ്പിച്ച് അവർ രണ്ടാളും ഉറങ്ങാൻ കിടന്നു. എന്നാൽ രാത്രി പട്ടാള വണ്ടികളുടെ ശബ്ദം കേട്ടാണ് അവരിരുവരും ഉണർന്നത്. ആ ശബ്ദം കേട്ടയുടനെ ഇരുവരും ഏണി വഴി മുകളിലേക്ക് കയറി. പക്ഷേ താഴെ കുതിരകളെ കണ്ടതുകൊണ്ട് തന്നെ അവർ അവിടെ തന്നെ ഉണ്ട് എന്ന് പട്ടാളം മനസ്സിലാക്കി. അവരിരുവരെയും പിടികൂടുകയും ചെയ്തു. നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണോ എന്ന് മേജർ ഗുന്തറിനോട് ചോദിച്ചു. ഞാൻ എൻ്റെ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് ഗുന്തർ പറഞ്ഞത്. ആ മേജർക്ക് ആ കുട്ടികളോട് സഹതാപമുണ്ടായിരുന്നു. എങ്കിലും നിയമം നിയമമാണ്. ആ രാത്രി അവരെ കണ്ടെത്തിയ ആ സ്ഥലത്ത് വെച്ച് തന്നെ പട്ടാളം ആ നിയമം നടപ്പിലാക്കി. ആ സഹോദരന്മാർ വധിക്കപ്പെട്ട ആ വിൻമില്ലിൽ നിന്നിരുന്ന പ്രദേശം
എമിലി എന്നൊരു പെൺകുട്ടിയുടെയും അവളുടെ മുത്തശ്ശൻ്റേതുമായിരുന്നു. പെട്ടെന്നൊരു ദിവസം നേരം വെളുത്തപ്പോൾ ഇതാ തങ്ങളുടെ വിൻമില്ലിൽ 2 സുന്ദരൻ കുതിരകൾ. അവരെ കണ്ടപ്പോൾ തന്നെ എമിലി അവർക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവച്ചു. ഉച്ചയ്ക്ക് സാധനങ്ങളും വാങ്ങി വീട്ടിലേക്ക് എത്തിയ തൻ്റെ മുത്തശ്ശനോട് അവൾ താനിന്ന് കണ്ടെത്തിയ കുതിരകളെക്കുറിച്ച് പറഞ്ഞില്ല. ഗ്രാൻഡ് പേ എന്നാണ് അവൾ തൻ്റെ മുത്തച്ഛനെ വിളിക്കുന്നത്. ദൂരെ ബോംബുകൾ പൊട്ടുന്ന ശബ്ദം അവർക്ക് ആ വീട്ടിലിരുന്ന് കേൾക്കാം. ഓരോ ദിവസവും ആ ശബ്ദങ്ങൾ തങ്ങൾക്കടുത്തേക്ക് കൂടുതൽ അടുത്ത് വരികയാണ്. യുദ്ധം തങ്ങൾക്കടുത്തേക്ക് വരികയാണെന്ന് എമിലി ഭയപ്പെട്ടു. അവിടെ നിന്ന് ശക്തിയിൽ കാറ്റ് വീശുന്നുണ്ട്. അതാണ് ശബ്ദം അടുത്തേക്ക് വരുന്നത് എന്നാണ് ഗ്രാൻഡ് പേ അവളെ ആശ്വസിപ്പിച്ചത്. പക്ഷെ അതങ്ങനെയല്ല എന്ന് എമിലിക്ക് അറിയാമായിരുന്നു. ഗ്രാൻഡ് പേ അങ്ങനെയാണ്. എമിലിക്ക് പേടിയാകുമെന്നോർത്ത് അയാൾ അവളോടൊന്നും പറയാറില്ല. എന്തിനവളുടെ അച്ഛനും അമ്മയും മരിച്ചതെങ്ങനെയാണെന്ന് പോലും ഗ്രാൻഡ് പേ അവളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ എമിലിക്ക് അതും അറിയാമായിരുന്നു. യുദ്ധം തങ്ങൾക്കടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും അതിൽ തനിക്ക് പേടിയുണ്ടെന്നും ഗ്രാൻഡ് പേ അവളോട് പറഞ്ഞില്ല. ഗ്രാൻഡ് പേ കള്ളം പറയുകയാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തന്നോട് സത്യം പറഞ്ഞാൽ താനൊരു രഹസ്യം പറയാമെന്ന് എമിലി ഗ്രാൻഡ് പേയോട് പറഞ്ഞു. ഗ്രാൻഡ് പേ സത്യം പറഞ്ഞില്ല എങ്കിലും താൻ കണ്ടെത്തിയ കുതിരകളെക്കുറിച്ച് അവൾക്ക് അയാളോട് പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. ആ കുതിരകളെ കണ്ടപ്പോൾ തന്നെ അത് മറ്റാരുടെയോ കുതിരകളാണ് എന്ന് ഗ്രാൻഡ് പേയ്ക്ക് മനസ്സിലായി. പെട്ടെന്നൊരു രാത്രി 2 കുതിരകൾ വിൻമില്ലിൽ പ്രത്യക്ഷപ്പെടില്ലല്ലോ. ശരി, മറ്റാരുടെയെങ്കിലും കുതിരകളാണെങ്കിൽ അവർ തീർച്ചയായും ഇവയെ തേടി ഇവിടേക്ക് വരുമല്ലോ. ആരും വന്നില്ല എങ്കിൽ ഈ കുതിരകൾ എൻ്റേതാവുമെന്ന് എമിലി പറഞ്ഞു. അപ്പോഴേക്കും അവൾ 2 പേർക്കും പുതിയ 2 പേരുകളും ഇട്ട് കഴിഞ്ഞിരുന്നു, ഫ്രാൻസോ എന്നും ക്ലോഡ് എന്നും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ടായിരുന്നു. എമിലിക്കിപ്പോഴും കുതിര ഓടിക്കാൻ അറിയുമായിരുന്നില്ല. സാഹസമൊന്നും ചെയ്യരുത് എന്ന് ഗ്രാൻഡ് പേ പറഞ്ഞിട്ടും അവളത് കേട്ടില്ല. അവളവരെ തങ്ങളുടെ ഒഴിഞ്ഞു കിടന്ന കുതിരപ്പന്തിയിലേക്ക് കൊണ്ടു കെട്ടി അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്തു. അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞിട്ടും ആ കുതിരകളെ തേടി അവിടേക്ക് ആരും വന്നില്ല. അതോടെ എമിലി അവരെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയെങ്കിലും ജോയി അവൾ പറയുന്ന ഒന്നും അനുസരിച്ചില്ല. അവൻ എമിലി കൊണ്ടുവരുന്ന ആപ്പിളുകൾക്കും ക്യാരറ്റുകൾക്കും പിന്നാലെയായിരുന്നു. ഗ്രാൻഡ് പേ ആകട്ടെ ഇതൊക്കെ കണ്ട് എമിലിയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിൽക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങനെ ഒടുവിൽ രണ്ടും കൽപ്പിച്ച് എമിലി കുതിരപ്പുറത്ത് കയറാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് പട്ടാള വാഹനങ്ങൾ അവരുടെ ഫാമിലേക്ക് വരുന്നത് ഇരുവരും കണ്ടത്. അത് ജർമ്മൻ പട്ടാളമാണെന്ന് മനസ്സിലായപ്പോൾ തന്നെ കുതിരകളെ അവിടെ നിന്ന് മാറ്റിക്കൊള്ളാൻ ഗ്രാൻഡ് പേ എമിലിയോട് പറഞ്ഞു. പട്ടാളം അവിടേക്ക് എത്തിയപ്പോഴേക്കും കുതിരകളെയുമായി അവൾ അവിടെ നിന്ന് മാറിക്കഴിഞ്ഞിരുന്നു. ജർമ്മൻ പട്ടാളം ഫാമിലേക്ക് എത്തിയത് ഭക്ഷണം ശേഖരിക്കാനായിരുന്നു. ഇതെൻ്റെ ഫാമാണ്, നിങ്ങൾക്ക് എന്താണ് ഇവിടെ കാര്യമെന്ന് ഗ്രാൻഡ് പേ ചോദിച്ചു. യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, പട്ടാളത്തിന് ഭക്ഷണം വേണം, എല്ലാവരും ഒരു ചെറിയ പങ്ക് തരണമെന്ന് അക്കൂട്ടത്തിലുണ്ടായിരുന്നൊരു പട്ടാളക്കാരൻ ഗ്രാൻഡ് പേയോട് പറഞ്ഞു. എന്നാൽ ചെറിയ പങ്കൊന്നും ആയിരുന്നില്ല. ഗ്രാൻഡ് പേയുടെ ഫാമിൽ വിളഞ്ഞു കിടന്ന മുന്തിരികളും സ്ട്രോബെറികളും എല്ലാം പട്ടാളം പറിച്ചെടുത്തു. എന്തിനു വീടിനുള്ളിൽ വിൽക്കാനായി തയ്യാറാക്കി വെച്ചിരുന്ന ജാമുകളും സോസുകളും പോലും അവർ എടുത്തു. പിന്നീട് അവിടെ വൈക്കോൽ കിടക്കുന്നത് കണ്ട് നിങ്ങൾ വളർത്തുന്ന മൃഗങ്ങളൊക്കെ എവിടെയെന്ന് ആ പട്ടാളക്കാരൻ ചോദിച്ചു. തങ്ങൾ മൃഗങ്ങളെ ഒന്നും വളർത്തുന്നില്ല എന്നും മെത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വൈക്കോൽ എന്നും എമിലി മറുപടി പറഞ്ഞു. അങ്ങനെ ആ പകൽക്കൊള്ള കഴിഞ്ഞ് തങ്ങൾ വീണ്ടും മടങ്ങി വരുമെന്നൊരു ഭീഷണി മുഴക്കി പട്ടാളം അവിടെ നിന്ന് പോയി. ഭാഗ്യത്തിന് എമിലി കുതിരകളെ ഒളിപ്പിച്ച് അവളുടെ മുറി പട്ടാളം പരിശോധിച്ചില്ല. അങ്ങനെ അന്ന് വൈകുന്നേരമാണ് എമിലി വീണ്ടും തൻ്റെ അച്ഛനെയും അമ്മയും കുറിച്ച് ഗ്രാൻഡ് പേയോട് ചോദിക്കുന്നത്. പപ്പയും അമ്മയും യുദ്ധത്തിലാണ് മരിച്ചത് എന്ന് ഗ്രാൻഡ് പേ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. പക്ഷെ ഇന്ന് ആ പട്ടാളക്കാർ വന്നിട്ടും ഗ്രാൻഡ് പേ എന്താണ് അവരെ ഒന്നും ചെയ്യാതിരുന്നത്? ഗ്രാൻഡ് പേ ശരിക്കും ഒരു ഭീരുവാണ്. അവൾ പറഞ്ഞത് കേട്ട് ഗ്രാൻഡ് പേ അവളോട് തർക്കിച്ചില്ല. ശരിയാണ്, ഞാനൊരു ഭീരുവാണ്, എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ജാമുകൾ നിർമ്മിക്കുന്നൊരു വൃദ്ധൻ മാത്രമാണ്. പക്ഷേ ഓരോ മനുഷ്യരും ധൈര്യം കാണിക്കുന്നത് ഓരോ രീതിയിലല്ലേ? ഇങ്ങനെ പറഞ്ഞ ശേഷം ഫ്രഞ്ച് പട്ടാളത്തിൻ്റെ സന്ദേശവാഹകരായ പ്രാവുകളെക്കുറിച്ചാണ് ഗ്രാൻഡ് പേ അവളോട് പറഞ്ഞത്. ഫ്രഞ്ചുകാർ അവരുടെ പ്രാവുകളെ കൂട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോളൂ എന്ന് പറഞ്ഞാണ് തുറന്നുവിടുന്നത്. എന്നാൽ അവർക്ക് കടന്നു പോകേണ്ടത് യുദ്ധത്തിന് മുകളിലൂടെയാണ്. ആ പറക്കലിനിടയിൽ ഒരു നിമിഷം താഴേക്ക് നോക്കിയാൽ താഴെയുള്ള ഭീകരതകൾ കണ്ടാൽ അവർക്ക് ലക്ഷ്യം തെറ്റും. ആ പക്ഷികൾക്ക് കൂടണയാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ധൈര്യം. താഴെയുള്ള ഭീകരതകളിലേക്ക് നോക്കാതെ മുന്നിലേക്ക് മാത്രം നോക്കി സഞ്ചരിക്കുക. മനുഷ്യരെല്ലാവരും അങ്ങനെ തന്നെയാവണം. മുന്നിലേക്ക് മാത്രം നോക്കി പറന്നാലേ നമുക്കും ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ഗ്രാൻഡ് പേ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടാവണം കഴിഞ്ഞുപോയ ആ സംഭവത്തെക്കുറിച്ച് പിന്നീട് എമിലി അദ്ദേഹത്തോട് ചോദിച്ചതേയില്ല.
പിറ്റേന്ന് ഉറക്കമുണർന്നു വന്നപ്പോൾ ഗ്രാൻഡ്പേ അവൾക്കൊരു സമ്മാനം കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. കുതിരപ്പുറത്തിരിക്കാനുള്ള ഒരു സാഡിൽ. അത് വെച്ച് കെട്ടി ജോയിയുടെ പുറത്ത് കയറി അവൾ ഇരുന്നപ്പോൾ ഗ്രാൻഡ്പേ വീണ്ടും അവളെ ഓർമ്മിപ്പിച്ചു. സാഹസമൊന്നും ചെയ്യരുത്, വേഗത്തിൽ ഓടിക്കുകയും ചെയ്യരുത്. ഈ കുന്നിൻ ചെരുവിലൂടെ ഓടിച്ച് മുകളിലെത്തി അവിടുന്ന് വേഗമെങ്ങി പോരണം. കുന്നിൻ്റെ അങ്ങേ ചെരുവിലേക്ക് പോകരുത്. അതെല്ലാം തലയാട്ടി സമ്മതിച്ചുവെങ്കിലും ജോയുടെ ദേഹത്ത് നിന്ന് അഴിച്ചെടുത്ത പെന്നിൻ്റെ ഗ്രാൻഡ്പേ ഏൽപ്പിച്ച് എമിലി ജോയിയുമായി കുതിച്ചു പാഞ്ഞ് കുന്നിൻ്റെ അങ്ങേ ചെരുവിലേക്ക് പോവുക തന്നെ ചെയ്തു. കുസൃതി കാണിച്ച പേരക്കുട്ടിയെ വഴക്ക് പറയാൻ ഗ്രാൻഡ്പേ അവൾ വരുന്നത് നോക്കി അവിടെ കാത്തു നിന്നെങ്കിലും വരേണ്ട സമയം കഴിഞ്ഞിട്ടും അവളും ജോയിയും മടങ്ങി വന്നില്ല. ഇതോടെ ഗ്രാൻഡ്പേയുടെ അടുത്ത് നിന്ന് ടോപ്പ് ടോൺ വിറളി പൂണ്ട് അവിടെ നിന്നോടി കുന്നിൻ്റെ അങ്ങേ ചെരുവിലേക്ക് പോയി. പിന്നാലെ ഗ്രാൻഡ്പേ പതിയെ ഓടിയ കുന്നിൻ മുകളിലേക്ക് എത്തുമ്പോൾ കാണുന്നത് തൻ്റെ പേരക്കുട്ടിയും അവളുടെ കുതിരകളെയും ജർമ്മൻ പട്ടാളം വളഞ്ഞിരിക്കുന്നതാണ്. പട്ടാളം അവളെ ആ കുതിരപ്പുറത്ത് നിന്ന് പിടിച്ചിറക്കുമ്പോഴേക്കും ഗ്രാൻഡ്പേ അവിടേക്ക് ഓടിയെത്തി. ആ കുതിരകളെ ഇനി തങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല എന്നറിയാമായിരുന്നെങ്കിലും ഗ്രാൻഡ്പേ അവരോട് അപേക്ഷിച്ചു. ഇവരിൽ വലുതിനെ നിങ്ങൾ എടുത്തുകൊള്ളൂ, ഈ ചെറുതിനെയെങ്കിലും എൻ്റെ പേരക്കുട്ടിക്ക് കൊടുത്തുകൂടെ? പക്ഷേ അന്ന് ഗ്രാൻഡ്പേയുടെ ഫാമിലേക്ക് എത്തിയ മേജർ ബ്രാൻഡായിരുന്നു അവിടെ ഉണ്ടായിരുന്ന പട്ടാള ഓഫീസർ. അയാൾ കുതിരകളെ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങളിവരെ എന്ത് ചെയ്യാൻ പോവുകയാണെന്ന് ഗ്രാൻഡ്പേ അയാളോട് ചോദിച്ചു. ഇനി ഇവർ മരണം വരെ പീരങ്കികൾ വലിക്കുമെന്നാണ് ആ മനുഷ്യത്വമില്ലാത്ത ഓഫീസർ പറഞ്ഞത്. പട്ടാളം കുതിരകളെയുമായി കുന്നിൻ ചെരുവിൽ മറയുന്നത് വരെ എമിലി അവരെ കരഞ്ഞുകൊണ്ട് നോക്കി നിന്നു. എങ്കിലും പട്ടാളം ആ കുതിരകളെ തിരിച്ചയച്ചില്ല. അവരാ കുതിരകളെയുമായി എത്തുന്നത് യുദ്ധമുഖത്തേക്ക് തന്നെയാണ്. മേജർ ബ്രാൻഡ് ആ കുതിരകളെ ഏൽപ്പിച്ചത് ഹൈഗിൾമാൻ എന്നൊരു പട്ടാളക്കാരനെയും. എന്നാൽ മേജറിനെ പോലെ തീരെ മനസ്സലിവില്ലാത്തൊരു മനുഷ്യനായിരുന്നില്ല ഹൈഗിൾമാൻ. പുതിയ 2 കുതിരകളെ തന്നെ ഏൽപ്പിച്ചപ്പോൾ ഹൈഗിൾമാൻ കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന എല്ലും തോലുമായ പഴയ കുതിരകളെയാണ് നോക്കിയത്. കുറച്ച് ദിവസങ്ങൾക്കകം ഇവരുടെയും ഗതി അത് തന്നെയാവുമെന്നതിൽ ഹൈഗിൾമാന് വേദന തോന്നാതിരുന്നില്ല. പക്ഷേ യുദ്ധമാണ്, ഇവിടെ മനുഷ്യൻ്റെ ജീവന് പോലും വിലയില്ല. പിന്നെ ഈ മിണ്ടാപ്രാണികളുടെ കാര്യത്തിൽ അയാൾക്ക് എന്ത് ചെയ്യാനാവും? അങ്ങനെ താഴെയുള്ളൊരു പ്രദേശം ആക്രമിക്കാനായി പട്ടാളം ഒരു മലമുകളിലേക്ക് കയറുന്നതിനിടയ്ക്കാണ് പീരങ്കികൾ വലിച്ചുകൊണ്ടിരുന്ന കുതിരകളിലൊന്ന് അവിടെ തളർന്നു വീഴുന്നത്. തീരെ അവശനായ കുതിരയെ കൊണ്ടിനി ഉപകാരമൊന്നുമില്ല എന്നുള്ളതുകൊണ്ട് മേജർ ബ്രാൻഡ് അവിടെ വെച്ച് തന്നെ അതിൻ്റെ തലയിലേക്ക് നിറയൊഴിച്ചു. അതിനുശേഷം അയാൾ ഹൈഗിൾമാനോട് ആ കറുത്ത വലിയ കുതിരയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. കാണാൻ ആരോഗ്യവാനായിരുന്നുവെങ്കിലും ആദ്യ കാഴ്ചയിൽ തന്നെ ടോപ്പ് ടോണിന് നല്ല പ്രായമുണ്ട് എന്ന് ഹൈഗിൾമാന് മനസ്സിലായിരുന്നു. അവന് ആ വലിയ പീരങ്കി വലിക്കാൻ കഴിയുമോ എന്നറിയില്ല. എങ്കിലും മേജറുടെ ഓർഡർ അനുസരിക്കാതെ അയാൾക്കും വേറെ വഴിയില്ലായിരുന്നു. എങ്കിലും അയാൾ മേജറോട് പറഞ്ഞു നോക്കി, ഇതൊരു നല്ല കുതിരയാണ്, പക്ഷേ ഇതിനെക്കൊണ്ട് പീരങ്കികൾ വലിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന് നല്ല പ്രായമുണ്ട്, മാത്രമല്ല ഇവൻ്റെ കാലുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഒരുപക്ഷെ ഈ പീരങ്കി വലിച്ചാൽ ഇവൻ ഇവിടെ തന്നെ വീണു പോയേക്കാം. എന്നാൽ ഹൈഗിൾമാൻ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ജോയ് ടോപ്പ് ടോണിനടുത്തേക്ക് പാഞ്ഞെത്തി എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. താൻ വലിച്ചുകൊള്ളാമെന്നായിരിക്കണം അവൻ അവരോട് പറഞ്ഞത്. ഹൈഗിൾമാനും അത് തന്നെയാണ് പറഞ്ഞത്. ഇവൻ ചെറുപ്പമാണ്, ആരോഗ്യവാനും, ഇവൻ വലിച്ചോളുമെന്ന് അയാൾ പറഞ്ഞപ്പോൾ മേജറും അതിന് സമ്മതിച്ചു. അങ്ങനെ ടോപ്പ് ടോണിനു വേണ്ടി ജോയി ആ ഭാരം ഏറ്റെടുത്തു. മറ്റു കുതിരകൾക്കൊപ്പം അവൻ ആ ടൺ കണക്കിന് ഭാരമുള്ള പീരങ്കി വലിക്കാൻ തുടങ്ങി. ഐറിഷ് ഹണ്ടർ കുതിരകൾ അത്തരം ഭാരങ്ങൾ വലിക്കാൻ ശേഷിയുള്ളവരല്ല. അതുകൊണ്ട് തന്നെ ജോയിയുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. എങ്കിലും അവൻ വീണുപോയില്ല. അവനോടിങ്ങനെ ചെയ്യേണ്ടി വന്നതിനെക്കുറിച്ചോർത്ത് സ്വയം ശപിച്ചായിരിക്കണം ഹൈഗിൾമാനും അവന് പിന്നാലെ നടന്നു. അങ്ങനെ ഒരുവിധം ബാക്കി കുതിരകൾക്കൊപ്പം ചേർന്ന് ജോയി ആ പീരങ്കി വലിച്ച് മുകളിലേക്ക് എത്തിച്ചു. ഉടൻ തന്നെ ഹൈഗിൾമാൻ ജോയിക്കടുത്തേക്ക് ഓടിയെത്തി അവനെ അഴിച്ചു കൊണ്ടുപോയി. ജർമ്മൻ സൈന്യം താഴെയുള്ള പ്രദേശങ്ങളിൽ ഷെല്ലുകൾ വർഷിക്കാൻ തുടങ്ങി. അങ്ങനെ 3 വർഷങ്ങൾ കടന്നുപോയി. യുദ്ധത്തിന് ഇപ്പോഴും അറുതി വന്നിട്ടില്ല. ഈ സമയമായപ്പോഴേക്കും ആൽബർട്ട് ഇംഗ്ലീഷ് പട്ടാളത്തോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരുന്നു. അപ്പോഴും ആൽബർട്ട് ജോയിക്ക് വേണ്ടിയുള്ള അന്വേഷണം അവസാനിപ്പിച്ചിരുന്നില്ല. അവനോടൊപ്പം അവൻ്റെ സുഹൃത്ത് ആൻഡ്രൂവും ഉണ്ടായിരുന്നു. ഓരോ നിമിഷവും ചുറ്റും ജർമ്മൻ ഷെല്ലുകൾ വന്ന് പതിക്കുന്ന ആ ട്രെഞ്ചിലിരിക്കുമ്പോഴും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ദിവസത്തെക്കുറിച്ചാണ് ആൽബർട്ട് ആൻഡ്രൂവിനോട് സംസാരിച്ചത്. ജോയിക്കൊപ്പം തങ്ങളുടെ കൃഷിയുടെ മുഴുത ആ ദിവസത്തെക്കുറിച്ച്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മേജർ കോളിൻസ് അവിടേക്ക് വരുന്നത്. മേജർ കോളിൻസ് ലിയോണിൻ്റെ മകനായിരുന്നു. നീ ഇപ്പോഴും നിൻ്റെ ആ കുതിരയെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ കേട്ടല്ലോ. അതിനെ കിട്ടിയാൽ എന്നോടൊന്ന് പറയണം. എൻ്റെ ഒരു സൂചി വൈക്കോൽക്കൂനയിൽ വീണു പോയിട്ടുണ്ട്, അതുകൂടി നീ വന്നൊന്ന് എടുത്തു തരണമെന്ന് കോളിൻസ് ആൽബർട്ടിനെ പരിഹസിച്ചു.
ആൽബർട്ട് അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അങ്ങനെ അടുത്ത പോരാട്ടത്തിനുള്ള സമയമായി. സൈനികരെല്ലാം ട്രെഞ്ചിന് മുകളിലേക്ക് കയറി ജർമ്മൻ ട്രെഞ്ചുകൾ ലക്ഷ്യമാക്കി മുന്നേറേണ്ടതുണ്ട്. പോരാട്ടത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്ന പട്ടാളക്കാരോട് തങ്ങളുടെ പക്കലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം ഒരു ബക്കറ്റിലേക്ക് ഇടാൻ കോളിൻസ് ആവശ്യപ്പെട്ടു. പോരാട്ടത്തിന് ശേഷം ആരെങ്കിലും മടങ്ങി വരുമെങ്കിൽ അവർക്ക് പങ്കിട്ടെടുക്കാനാണത്. ആൽബർട്ടും തൻ്റെ കീശയിലുണ്ടായിരുന്ന സാധനങ്ങൾ ആ ബക്കറ്റിലേക്കിട്ടു. അപ്പോഴാണ് തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതൊന്നുകൂടി അക്കൂട്ടത്തിലുണ്ട് എന്ന് ആൽബർട്ട് ഓർത്തത്. ക്യാപ്റ്റൻ ജെയിംസ് വരച്ച ജോയുടെ ഒരു ചിത്രം. അതുമാത്രം അവൻ ആ ബക്കറ്റിൽ നിന്ന് തിരികെ എടുത്തു. പോരാട്ടം ആരംഭിക്കാൻ പോവുകയാണ്. പട്ടാളക്കാരെല്ലാം ട്രെഞ്ചിന് മുകളിലേക്ക് കയറാൻ തയ്യാറെടുക്കുന്നു. ഈ പോകുന്ന പട്ടാളക്കാരിൽ ആരെങ്കിലും ഭയന്ന് തിരിച്ചു വരികയാണെങ്കിൽ അവരെയും വെടിവെച്ചിടണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ ആൻഡ്രൂവിനോട് പറഞ്ഞു. എന്നിട്ടൊരു തോക്കും കൊടുത്ത് അവനെ ആ ട്രെഞ്ചിൽ തന്നെ നിർത്തി. നന്നെ പേടിച്ചാണ് അവൻ ആ തോക്ക് വാങ്ങിയത് എങ്കിലും ആൽബർട്ട് അവന് ധൈര്യം കൊടുത്തു. അങ്ങനെ പോരാട്ടം ആരംഭിച്ചു. ഇംഗ്ലീഷ് പട്ടാളക്കാർ ട്രെഞ്ചിന് മുകളിൽ കയറി യുദ്ധമുഖത്തുകൂടി ജർമ്മൻ ട്രെഞ്ചുകൾ ലക്ഷ്യമാക്കി മുന്നേറി. ചുറ്റും തൻ്റെ ഒപ്പമുള്ള പട്ടാളക്കാർ വെടിയേറ്റ് വീഴുമ്പോഴും ആൽബർട്ട് ഭയപ്പെടാതെ മുന്നോട്ട് തന്നെ കുതിച്ചു. അതിനിടയിൽ കാലിന് വെടിയേറ്റ് അവിടെ വീണുപോയ മേജർ കോളിൻസിനെ അവൻ താങ്ങി പിടിച്ചു കൊണ്ടുപോയി സുരക്ഷിതമായൊരു സ്ഥലത്ത് കിടത്തി. തൻ്റെ അച്ഛൻ അവൻ്റെ കുടുംബത്തോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അവന് തന്നെ സഹായിക്കേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല. മേജർ കോളിൻസ് ആൽബർട്ടിനോട് എന്തോ പറയാൻ വെമ്പി. ഒരു കുഴപ്പവുമില്ല, നമ്മൾ ഡേവണിൻ്റെ കുട്ടികളാണ് എന്ന് പറഞ്ഞ് ആൽബർട്ട് അയാളെ ആശ്വസിപ്പിച്ചു. ഇതേ സമയം യുദ്ധമുഖത്ത് നിന്ന് ഭയന്ന് കുറച്ച് ഇംഗ്ലീഷ് പട്ടാളക്കാർ ട്രെഞ്ചിലേക്ക് തിരികെ എത്തിയിരുന്നു. എങ്കിലും ആൻഡ്രൂ അവരെ വെടിവെച്ചില്ല. അവൻ ട്രെഞ്ചിന് മുകളിൽ കയറി പാഞ്ഞു വരുന്ന വെടിയുണ്ടകൾക്കിടയിലൂടെ ആൽബർട്ടിനടുത്തേക്ക് പാഞ്ഞു. ആൽബർട്ടാകട്ടെ ഈ സമയം മെഷീൻ ഗണ്ണുകൾ കൊണ്ട് തങ്ങൾക്ക് നേരെ വെടിവെച്ചുകൊണ്ടിരുന്ന അവസാനത്തെ ജർമ്മൻ പട്ടാളക്കാരനും നേരെ ഗ്രനേഡ് എറിഞ്ഞ് ജർമ്മൻ ട്രെഞ്ചിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. പിന്നാലെ ആൽബർട്ടിനെ തേടി ആൻഡ്രൂവും അവിടേക്കെത്തി. ആ പോർമുഖം കടക്കാൻ കഴിയുമെന്ന് അവർ കരുതിയിരുന്നതല്ല. ആൽബർട്ട് സന്തോഷത്തിൽ ആൻഡ്രൂവിനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അവർ ചെന്ന് കയറിയത് ജർമ്മൻകാർ ഒരുക്കി വെച്ചിരുന്ന കെണിയിലേക്കാണെന്ന് അവർ മനസ്സിലാക്കിയില്ല. ആ തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും ട്രെഞ്ചിനുള്ളിൽ ജർമ്മൻകാർ തയ്യാറാക്കി വെച്ചിരുന്ന ഗ്യാസ് ബോംബുകൾ പൊട്ടിക്കഴിഞ്ഞിരുന്നു. ആ വിഷപ്പുക വന്ന് മൂടുമ്പോൾ നിസ്സഹായനായി തന്നെ നോക്കുന്ന ആൻഡ്രൂവിനെയാണ് ആൽബർട്ട് അവസാനമായി കണ്ടത്. ഇതേസമയം യുദ്ധത്തിൻ്റെ മറ്റൊരു വശത്ത് സ്ഥിതി കൂടുതൽ ദയനീയമായിരുന്നു. വിശ്രമമില്ലാതെ പണിയെടുത്ത് ടോപ്പ് തോൺ തളർന്ന അവശനായിരുന്നു. അവൻ്റെ കാലിലെ പരിക്ക് പൊട്ടിവ്രണമായിരുന്നു. അവൻ ഏത് നിമിഷവും തളർന്നു വീഴുമെന്ന് മനസ്സിലാക്കിയ ഹൈഗിൾമാൻ അക്കാര്യം അവിടെ ഉണ്ടായിരുന്നൊരു ഓഫീസറോട് പറഞ്ഞു. ഒരല്പനേരമെങ്കിലും ഇവനെ വിശ്രമിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഇവനിവിടെ തളർന്നു വീഴും. പക്ഷേ ആ ഓഫീസർ അതിന് സമ്മതിച്ചില്ല. കുതിരകളൊന്നും വിശ്രമിക്കേണ്ട കാര്യമില്ല, അവരെ വേഗം മുന്നോട്ട് നടത്തൂ എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ ഇത്തവണ ഹൈഗിൾമാൻ ആ ഓർഡർ അനുസരിച്ചില്ല. അയാൾ ആ ഓഫീസറുടെ കണ്ണു വെട്ടിച്ച് കുതിരകളെയുമായി കുറച്ച് അപ്പുറത്തേക്ക് മാറി. പക്ഷേ അധിക ദൂരം താണ്ടും മുന്നേ ടോപ്പ് തോൺ തളർന്നവിടെ വീണു. ഇപ്പോൾ വീണ് പോകരുതട എന്ന് പറഞ്ഞ് ഹൈഗിൾമാൻ അവനെ പിടിച്ചുയർത്താൻ നോക്കിയെങ്കിലും അവൻ എഴുന്നേറ്റില്ല. ജോയി അവൻ്റെ ശരീരത്തിൽ മുഖമുരസി അവനെ വിളിച്ചപ്പോൾ അവസാനമായി കഴുത്തുയർത്തി എഴുന്നേൽക്കാൻ അവനൊന്ന് ശ്രമിച്ചു. പക്ഷെ അവൻ അതിന് സാധിച്ചില്ല. അങ്ങനെ തൻ്റെ ഉറ്റ ചങ്ങാതിയെ ഒറ്റയ്ക്കാക്കി അവൻ പതിയെ കണ്ണുകളടച്ചു. യുദ്ധങ്ങളില്ലാത്തൊരു ലോകത്തേക്ക് അവൻ യാത്രയായി. പെട്ടെന്നാണ് മുന്നിലേക്ക് പോയ ജർമ്മൻ പട്ടാളം തിരികെ ഓടി വരുന്നത് അവർ കണ്ടത്. അകലെ നിന്നൊരു ടാങ്കിൻ്റെ ശബ്ദവും അടുത്തു വരുന്നുണ്ട്. വരൂ, രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ജർമ്മൻ പട്ടാളം ഹൈഗിൾമാനെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടരാ എന്ന് അയാൾ ജോയിയോട് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. എങ്കിലും ജോയ് ടോപ്പ് തോണിനെ വിട്ടുപോകാൻ തയ്യാറായില്ല. അപ്പോഴാണ് ശത്രു സൈന്യത്തിൻ്റെ ഭീമൻ ടാങ്ക് അവിടേക്ക് വരുന്നത്. അത് കണ്ട് ഭയന്ന ജോയി അവിടെ നിന്ന് ഓടിയെത്തുന്നത് മുള്ളുവേലികളാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. ടാങ്ക് ആകട്ടെ വേഗതയിൽ അവനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം മുൾക്കമ്പികളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒടുവിൽ മറ്റു വഴികളില്ലാതെ ജോയി ആ ടാങ്കിന് മുകളിലൂടെ ചാടി അപ്പുറത്ത് കടന്നു. അപ്പുറത്ത് കടന്നിട്ടും അവനവിടെ നിന്നില്ല. അവൻ ആ യുദ്ധമുഖത്തുകൂടി വേഗതയിൽ ഓടാൻ തുടങ്ങി. തൊട്ടരികിൽ ബോംബുകൾ വന്ന് വീഴുമ്പോഴും അവൻ ആ ഓട്ടം നിർത്തിയില്ല. അങ്ങനെ ഓടുന്നതിനിടയ്ക്ക് അവനൊരു ട്രെഞ്ചിലേക്ക് വീണു പോകുന്നുണ്ട്. എങ്കിലും അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ വീണ്ടും കുതിച്ചു പാഞ്ഞു. മുള്ളുവേലികൾ ഭേദിച്ച് മുന്നോട്ട് കുതിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലെ ഇരുമ്പ് വേലികൾ ഉടക്കി. കുറച്ചു ദൂരം അതും വലിച്ചുകൊണ്ട് ഓടിയെങ്കിലും അധികം മുന്നോട്ട് പോവാൻ അവന് കഴിഞ്ഞില്ല. ആ മുള്ളുവേലികൾ ദേഹത്ത് കുരുങ്ങി അവനവിടെ വീണു.
അടുത്ത് ബോംബുകൾ വന്ന് വീഴുമ്പോൾ പേടിച്ച് പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവനതിന് സാധിച്ചില്ല. അവൻ്റെ ശരീരം ആസകലം മുള്ളുവേലികൾ തറച്ചു കയറി കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അങ്ങനെ കുറച്ചു സമയം ആക്രമണം അവസാനിപ്പിച്ച സമയത്താണ് ഇംഗ്ലീഷ് പട്ടാളക്കാർ ആ യുദ്ധമുഖത്ത് വീണ് കിടക്കുന്ന കുതിരയെ കാണുന്നത്. ഈ സമയത്ത് തന്നെ ജർമ്മൻ സൈന്യവും ജോയിയെ കണ്ടു കഴിഞ്ഞിരുന്നു. ഇരു സൈന്യവും അവരുടെ ട്രെഞ്ചുകളിലിരുന്ന് പലതരത്തിലുള്ള ശബ്ദങ്ങളുണ്ടാക്കി അവനെ അടുത്തേക്ക് വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. മുള്ളുവേലികളിൽ കുരുങ്ങിക്കിടക്കുന്ന മിണ്ടാപ്രാണിയെ രക്ഷിച്ചേ മതിയാവൂവെന്ന് ഇംഗ്ലീഷ് ട്രെഞ്ചിലുണ്ടായിരുന്ന സർജൻ ജോർഡി കോളിൻസിന് തോന്നി. രണ്ടാമതൊന്ന് ചിന്തിക്കാതെ അയാൾ തൻ്റെ പക്കലുണ്ടായിരുന്ന വെള്ള തൂവാല ഒരു കമ്പിൽ കെട്ടി ജർമ്മൻ പട്ടാളത്തെ വീശി കാണിച്ചു. എന്തബദ്ധമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പട്ടാളക്കാരെ അയാളെ തിരിച്ചു വിളിച്ചെങ്കിലും അയാൾ ആ കൊടിയുമായി ട്രെഞ്ചിന് മുകളിലേക്ക് കയറി. അതൊരു കെണിയാണോ എന്ന് ഭയന്ന് ജർമ്മൻ പട്ടാളം അയാൾക്ക് നേരെ ഒരു വെടിയുതിർത്തു. നിങ്ങൾ ഈ വെള്ളക്കൊടി കാണുന്നില്ലേ, ഞാൻ ആ കുതിരയെ രക്ഷിക്കാൻ പോവുകയാണ് എന്ന് ജോർഡി വിളിച്ചു പറഞ്ഞപ്പോൾ ജർമ്മൻ പട്ടാളം പിന്നീട് വെടിവെച്ചില്ല. പകരമായി ഇരുമ്പ് വേലികൾ മുറിക്കാൻ ഒരു വയർ കട്ടറുമായി പീറ്റർ എന്നൊരു ജർമ്മൻ പട്ടാളക്കാരനെ അവർ അവിടേക്ക് പറഞ്ഞു വിട്ടു. അതുവരെയുള്ള ശത്രുതകൾ മറന്ന് എങ്ങനെ ആ കുതിരയെ രക്ഷിക്കാമെന്നാണ് ആ പട്ടാളക്കാർ ഇരുവരും സംസാരിച്ചത്. ആദ്യം ശരീരത്തിലെ മുള്ളുകമ്പികൾ മുറിച്ചു മാറ്റിയാൽ പിടഞ്ഞെണീക്കുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ മുള്ളു തറച്ചേക്കാം. അതുകൊണ്ട് തന്നെ ആദ്യം മുഖത്ത് കുരുങ്ങിയ മുള്ളുവേലികളാണ് അവർ അറുത്തുമാറ്റിയത്. കൂടുതൽ വയർക്കട്ടറുകൾ ആവശ്യമായി വന്നപ്പോൾ ജർമ്മൻ പട്ടാളം കൂടുതൽ എണ്ണം അവിടേക്ക് എറിഞ്ഞു കൊടുത്തു. അങ്ങനെ പരസ്പരം ട്രെഞ്ചുകളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ആ പട്ടാളക്കാർ ജോയിയുടെ ശരീരത്തിലെ ഇരുമ്പ് വേലികൾ അറുത്തുമാറ്റി. ജോയ് പതിയെ ഉയർന്നെഴുന്നേറ്റു. അതിനുശേഷം കുതിര ഇനി ആരുടേതാണ് എന്ന കാര്യത്തിൽ ജോർദിയും പീറ്ററും തർക്കമായി. ഇവൻ തീർച്ചയായും ഒരു ഇംഗ്ലീഷ് കുതിരയാണ്, മാത്രമല്ല ഞാനാണ് ഇവൻ്റെ അടുത്തേക്ക് ആദ്യം എത്തിയത് എന്ന് ജോർദി പറഞ്ഞപ്പോൾ ഞാനാണ് വയർക്കട്ടറുകൾ കൊണ്ടുവന്നത് എന്നായി പീറ്റർ. ഒടുവിൽ കോയിൻ ടോസ് ചെയ്ത് തർക്കം പരിഹരിക്കാമെന്ന് അവർ തീരുമാനിച്ചു. പീറ്റർ ഒരു നാണയത്തൊട്ടെടുത്ത് ടോസ് ചെയ്തപ്പോൾ ഭാഗ്യം ജോർദിയുടെ ഒപ്പമായിരുന്നു. അങ്ങനെ വീണ്ടും ജോ ഇംഗ്ലീഷ് പട്ടാളത്തിൻ്റെതായി. അരമണിക്കൂർ കൂടി കഴിഞ്ഞാൽ നമ്മൾ പരസ്പരം വെടിവെക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് ജോർദി പീറ്ററിന് കൈകൊടുത്തു. നോമാൻസ് ലാൻഡിലെ നിങ്ങളുടെ ഈ സുഹൃത്തിൻ്റെ ഓർമ്മയ്ക്ക് ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ആ വയർ കട്ടർ പീറ്റർ ജോർദിക്ക് സമ്മാനിച്ചു. ഇതേ സമയത്ത് തന്നെ ജർമ്മൻ ഗ്യാസ് ആക്രമണത്തിൽ കണ്ണിന് പരിക്കേറ്റ് ആൽബർട്ടിൻ്റെ കാഴ്ച നഷ്ടമായിരുന്നു. എങ്കിലും അത് താൽക്കാലികമാണ്. ഉടൻ തന്നെ ചികിത്സിച്ചാൽ ഒരുപക്ഷെ 1-2 ദിവസത്തിനുള്ളിൽ കാഴ്ച തിരിച്ചു കിട്ടിയേക്കും. അതുകൊണ്ട് തന്നെ പട്ടാളം വേഗം ആൽബർട്ടിനെ ഡ്രസ്സിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. ഈ സമയത്ത് തന്നെയാണ് ജോയിയുമായി ജോർദിയും അവിടേക്ക് എത്തുന്നത്. താൻ ഇത്രയും ദൂരം അന്വേഷിച്ചെത്തിയ തൻ്റെ ജോയി തൻ്റെ തൊട്ടു പിന്നിലൂടെ നടന്നു പോകുന്നത് ആൽബർട്ടിന് കാണാൻ കഴിഞ്ഞില്ല. ജോർദി ജോയിയുമായി പോകുന്നത് ആർമി ഡോക്ടറുടെ അടുത്തേക്കായിരുന്നു. ഇവിടെ മൃഗഡോക്ടർ ഇല്ല എന്നയാൾ പറഞ്ഞപ്പോൾ ജോർദി അയാളോട് അഭ്യർത്ഥിച്ചു. ഇവൻ്റെ ദേഹമാസകലം മുറിവുകളാണ്, ഈ കാലിലെ വലിയ മുറിവെങ്കിലും ഒന്ന് പരിശോധിക്കാമോ? അങ്ങനെ ആ ഡോക്ടർ ജോയുടെ മുറിവ് പരിശോധിച്ച് അത് ടെറ്റനസ് ആണെന്ന് വിധി എഴുതി. എന്നാൽ ഇതെല്ലാം കണ്ട ആളുകൾ അവിടെ തടിച്ചുകൂടാൻ തുടങ്ങിയപ്പോൾ കുറച്ചപ്പുറത്തായി കണ്ണ് മൂടിക്കെട്ടിയിരുന്ന ആൽബർട്ട് അവിടെ എന്താണെന്ന് തൻ്റെ അടുത്ത് നിന്നിരുന്ന ആളോട് ചോദിച്ചു. അത് നോമാൻസ് ലാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്നൊരു കുതിരയാണ്, ഒരു ലക്ഷണമൊത്തം മിടുക്കനായ കുതിര. അയാൾ പറഞ്ഞ ആ വാക്കുകൾ ആൽബർട്ടിൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും അലയടിച്ചു. ലക്ഷണമൊത്തം മിടുക്കനായ കുതിര. ഇതേ സമയം ജോയിയെ പരിശോധിച്ച ശേഷം ആർമി ഡോക്ടർ വീണ്ടും ജോർദിയോട് പറഞ്ഞു, ഇവൻ രക്ഷപ്പെടില്ല. ഒരുപാട് നരയിക്കാൻ വിടാതെ ഇവൻ ഇപ്പോൾ തന്നെ കൊന്നുകളയുന്നതാവും ഇവനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാരുണ്യം. ഇങ്ങനെ പറഞ്ഞ ശേഷം അത് ചെയ്യാൻ ആ ഡോക്ടർ സർജൻ ഫ്രൈയെയാണ് ഏൽപ്പിച്ചത്. ഫ്രൈ തൻ്റെ തോക്ക് തയ്യാറാക്കി അവിടെ ഉണ്ടായിരുന്നവരെ കുറച്ച് പിന്നിലേക്ക് മാറ്റി നിർത്തി തൻ്റെ തോക്ക് ജോയുടെ നെറ്റിയിലേക്ക് ചൂണ്ടി. പെട്ടെന്ന് ആ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു വിസിൽ വിളി. അത് കേട്ട് ജോയി എവിടേക്ക് നോക്കിയെങ്കിലും ഫ്രൈ പിന്നെയും അവനെ നേരെ നിർത്തി. വീണ്ടും അയാൾ തോക്ക് ഉയർത്തിയപ്പോൾ പിന്നെയും അതേ ശബ്ദം. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ വശങ്ങളിലേക്ക് നീങ്ങി നിന്ന് ആ ശബ്ദമുണ്ടാക്കിയ കണ്ണ് മൂടിക്കെട്ടിയ പട്ടാളക്കാരന് വഴിതെളിച്ചു കൊടുത്തു. ആൽബർട്ട് വീണ്ടും വിസിൽ വിളിച്ചപ്പോൾ ജോയി ഒന്ന് ഞരങ്ങി. അത് തൻ്റെ ജോയി തന്നെയാണ് എന്ന് ആൽബർട്ടിന് മനസ്സിലായി. അത് തൻ്റെ ആൽബർട്ടാണെന്ന് മനസ്സിലായപ്പോൾ മുടന്തുന്ന കാലുമായി ഓടി ജോയി ആൽബർട്ടിനരികിലേക്ക് വന്നു. നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു, നീ ഇത്ര കാലം എവിടെയായിരുന്നു എന്ന് ആൽബർട്ട് അവനോട് ചോദിക്കുമ്പോൾ ജോയി ആൽബർട്ടിൻ്റെ ദേഹത്ത് മുഖമുരുമിക്കൊണ്ടിരുന്നു. പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും അത് ആൽബർട്ടിൻ്റെ കുതിരയാണ് എന്ന് ഡോക്ടർക്ക് മനസ്സിലായില്ല. അവന് നന്നേ പരിക്കേറ്റിട്ടുണ്ട്, അവനെ കൊല്ലാൻ പോവുകയാണ് എന്നും
അവനെ ആ സർജൻറ്റിൻ്റെ അടുത്തേക്ക് വിടാനും അയാൾ ആൽബർട്ടിനോട് പറഞ്ഞു. പക്ഷെ ആൽബർട്ട് അതിന് സമ്മതിച്ചില്ല. ഇവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല, ഇവൻ എൻ്റെ കുതിരയാണ് എന്ന് ആൽബർട്ട് പറഞ്ഞെങ്കിലും ആ ഡോക്ടർക്ക് അപ്പോഴും അത് വിശ്വാസം വന്നില്ല. അതോടെ ആൽബർട്ട് ജോയിയുടെ ശരീരത്തിലുള്ള അടയാളങ്ങൾ ആ ഡോക്ടർക്ക് പറഞ്ഞു കൊടുത്തു. ഇവന് കടും തവിട്ട് നിറമാണ്, 4 കാലുകളിലും വെളുത്ത സോക്സുകളുണ്ട്, നെറ്റിയിലൊരു വെളുത്ത അടയാളവും. എന്നാൽ ആ ഡോക്ടർ നോക്കുമ്പോൾ നിറമൊഴിച്ചു വേറെ അടയാളങ്ങളൊന്നും കാണാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ ചേറ് മൂടിയത് കൊണ്ടാവും അത് കാണാത്തത് എന്ന് പറഞ്ഞ് ജോർദി അവിടെ ഉണ്ടായിരുന്ന തൊട്ടിയിലെ വെള്ളമെടുത്ത് ജോയുടെ കാലുകൾ തുടയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആ വെളുത്ത സോക്സുകൾ തെളിഞ്ഞു വരുന്നത് കണ്ട് ആ ഡോക്ടർക്കത് മനസ്സിലായി. ഈ കുതിര ആൽബർട്ടിൻ്റേത് തന്നെയാണ്. അയാൾ തൻ്റെ തൂവാല കൊണ്ട് ജോയുടെ നെറ്റിയിലെ ചേറ് തുടച്ചു മാറ്റി. അപ്പോൾ വെളുത്ത വാൽനക്ഷത്രം പോലെ ഒരു അടയാളം അവൻ്റെ നെറ്റിയിൽ തെളിഞ്ഞു വന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ യുദ്ധവും ആ പോർമുഖവും താണ്ടി അവൻ എത്തേണ്ട അടുത്ത് തന്നെ എത്തിച്ചേർന്നു എന്നത് അവിടെ കൂടി നിന്നവരെ പോലെ ആ ഡോക്ടർക്കും വിശ്വസിക്കാനായില്ല. സർജൻ ഫ്രൈ ആകട്ടെ തൻ്റെ തോക്ക് തിരികെ ഉറയിലിട്ടു. ഇവനൊരു സാധാരണ കുതിരയല്ല, ഇവനൊരു യോദ്ധാവാണ്. അതുകൊണ്ട് തന്നെ തന്നാൽ കഴിയുന്ന എല്ലാ ചികിത്സയും താൻ ചെയ്തു കൊള്ളാമെന്ന് ഡോക്ടർ ആൽബർട്ടിന് ഉറപ്പ് കൊടുത്തു. അങ്ങനെ ആഴ്ചകൾ കടന്നുപോയി. ആ ആർമി ഡോക്ടർ തൻ്റെ വാക്ക് പാലിച്ചു. അയാൾ ജോയിയെ ചികിത്സിച്ച് ഭേദമാക്കി. അപ്പോഴേക്കും ആൽബർട്ടിൻ്റെ കാഴ്ചയും തിരിച്ചു കിട്ടിയിരുന്നു. യാദൃശ്ചികമെന്ന് പറയട്ടെ, ജോയിക്ക് ഭേദമായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും യുദ്ധം അവസാനിച്ചു. ക്യാമ്പിൽ സമാധാനത്തിൻ്റെ മണി മുഴങ്ങി. എങ്കിലും ജോയിയെ തിരിച്ചു കിട്ടാൻ ആൽബർട്ടിന് ഒരു കടമ്പ കൂടി കടക്കേണ്ടതുണ്ടായിരുന്നു. യുദ്ധത്തിൽ ബാക്കിയായ കുതിരകളെല്ലാം ലേലം ചെയ്യാനാണ് തങ്ങൾക്ക് കിട്ടിയ ഓർഡർ എന്ന് ഒരു ഉദ്യോഗസ്ഥൻ ആൽബർട്ടിനെ അറിയിച്ചു. ജോയി ആൽബർട്ടിൻ്റെ കുതിരയാണ് എന്നതിന് രേഖകളൊന്നും തന്നെ ഇല്ലായിരുന്നു. അവൻ ആൽബർട്ടിൻ്റെ കുതിരയാണ്, ഇവൻ വളർത്തിയ കുതിര. അവനെ ആൽബർട്ടിന് തന്നെ തിരിച്ചു നൽകണമെന്ന് സർജൻ ഫ്രൈ പറഞ്ഞെങ്കിലും ആ ഉദ്യോഗസ്ഥൻ ഓർഡറുകൾ അനുസരിക്കുകയല്ലാതെ മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. അങ്ങനെ നിരാശനായി ജോയിക്കൊപ്പം നിൽക്കുന്ന ആൽബർട്ടിനടുത്തേക്ക് ആ ക്യാമ്പിലുണ്ടായിരുന്ന പട്ടാളക്കാരെല്ലാം എത്തി. ജോയിയെ ലേലത്തിൽ സ്വന്തമാക്കാൻ അവരെല്ലാവരും ചേർന്നൊരു തുക സമാഹരിച്ചിരുന്നു. ഏകദേശം 29 പൗണ്ട്. ജോർദിയും സർജൻ ഫ്രൈയും എന്തിനും മറ്റു വഴികളില്ല എന്ന് പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ പോലും അതിലേക്കൊരു തുക നൽകിയിരുന്നു. പോയി അവനെ ഇങ്ങ് വാങ്ങിക്കുക എന്ന് സർജൻ ഫ്രൈ ആൽബർട്ടിനോട് പറഞ്ഞു. അങ്ങനെ ആ ലേലം ആരംഭിച്ചു. 4 പൗണ്ടിൽ തുടങ്ങിയ വില ഇപ്പോൾ 15 പൗണ്ടിലെത്തിയിരിക്കുന്നു. ക്യാംബ്രയിൽ നിന്നെത്തിയ കശാപ്പുകാരൻ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല. ആൽബർട്ടും സംഘവും വിളിക്കുന്ന തുകയേക്കാൾ 1 പൗണ്ട് കൂട്ടിയാണ് അയാൾ വിളിക്കുന്നത്. അവർ 29 പൗണ്ട് വിളിച്ചപ്പോൾ ആ കശാപ്പുകാരൻ 30 പൗണ്ട് വിളിച്ചു. കുതിര ആ കശാപ്പുകാരന് ലേലമാവുന്നതിന് തൊട്ടു മുൻപ് ആ ആൾക്കൂട്ടത്തിൽ നിന്നൊരാൾ 100 പൗണ്ട് എന്ന് വിളിച്ചു പറഞ്ഞു. അത് മറ്റാരുമായിരുന്നില്ല, ഗ്രാൻഡ് പേ ആയിരുന്നു. ഈ തുകയ്ക്ക് മുകളിൽ ആരെങ്കിലും വിളിച്ചാൽ ഞാൻ എൻ്റെ ഫാം വിറ്റിട്ടാണെങ്കിലും ഈ കുതിരയെ വാങ്ങുമെന്നാണ് അയാൾ അവിടെ കൂടി നിന്നവരോട് പറഞ്ഞത്. എന്ത് ചെയ്യണമെന്നറിയാതെ ആൽബർട്ട് അവിടെ നിന്നു. ഒടുവിൽ ഗ്രാൻഡ് പേ ജോയിയെ സ്വന്തമാക്കി. പിന്നീട് ആൽബർട്ട് ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് എത്തി അപേക്ഷിച്ചു. അവൻ എൻ്റെ കുതിരയാണ്, എനിക്കവനെ മടക്കി തരണം. ഇംഗ്ലണ്ടിലെത്തിയാലുടൻ അങ്ങയുടെ പണം മുഴുവൻ ഞാൻ തിരിച്ചയച്ചു കൊള്ളാം. ഇവനെ കൊണ്ടുപോകരുത്. പക്ഷേ ഗ്രാൻഡ് പേ അതിന് സമ്മതിച്ചില്ല. ഇങ്ങനെ ഒരു കുതിരയെ നിങ്ങൾ നോമാൻസ് ലാൻഡിൽ നിന്ന് കണ്ടെത്തിയെന്നറിഞ്ഞപ്പോഴേ ഞാൻ 3 ദിവസം യാത്ര ചെയ്ത് ഇവിടേക്ക് എത്തിയത് എന്തിനാണെന്നറിയാമോ? ഇതെൻ്റെ പേരക്കുട്ടിയുടെ കുതിരയാണ്. ഞാൻ ഇവനെയുമായി മടങ്ങിച്ചെല്ലുന്നത് കാത്തിരിക്കുകയാണ് അവൾ. യുദ്ധം അവളിൽ നിന്നെല്ലാം കവർന്നെടുത്തു. ഇവനെയെങ്കിലും എനിക്ക് അവളെ തിരിച്ചേൽപ്പിക്കണമെന്ന് പറഞ്ഞ് ജോയിയുമായി ഗ്രാൻഡ് പേ മുന്നോട്ട് നടന്നു. പക്ഷേ ജോയി അയാൾക്കൊപ്പം പോകാൻ തയ്യാറായില്ല. അവൻ ഓടി ആൽബർട്ടിനടുത്തേക്കെത്തി. അവൻ്റെ ആ സ്നേഹം കണ്ടപ്പോഴേ ഗ്രാൻഡ് പേ തിരിച്ചറിഞ്ഞു. ജോയി ആ പട്ടാളക്കാരൻ്റേത് തന്നെയാണ്. എങ്കിലും ആൽബർട്ട് ജോയിയെ വീണ്ടും ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഗ്രാൻഡ് പേ തൻ്റെ കീശയിലുണ്ടായിരുന്ന പെന്നിൻ്റെ അടുത്ത് ഇത് നിങ്ങളുടേതാണോ എന്ന് ആൽബർട്ടിനോട് ചോദിച്ചു. ഇതെൻ്റെ അച്ഛൻ്റെ റെജിമെൻ്റൽ പെന്നൻ്റാണ് എന്ന് ആൽബർട്ട് മറുപടി പറഞ്ഞു. ഗ്രാൻഡ് പേ ആ പെന്നൻ്റ് ആൽബർട്ടിന് മടക്കി നൽകി. അത് വാങ്ങി മടങ്ങിപ്പോകാൻ തുടങ്ങുന്ന ആൽബർട്ടിന് ജോയിയുടെ കടിഞ്ഞാണം അയാൾ വെച്ച് നീട്ടി. ഇവൻ നിങ്ങളുടേതാണ്. എൻ്റെ എമിലിക്ക് ഇവനെ കൊണ്ടു കൊടുക്കാമെന്ന് ഞാൻ വാക്ക് കൊടുത്തതാണ്. പക്ഷെ വേണ്ട, ഇവൻ നിങ്ങളുടേത് തന്നെയാണ്. ഇത് പറഞ്ഞ് ജോയിയെ ആൽബർട്ടിനെ തിരികെ ഏൽപ്പിച്ച് ഗ്രാൻഡ് പേ അവിടെ നിന്ന് മടങ്ങി. അങ്ങനെ ഒരു വൈകുന്നേരം കൃഷിയിടത്തിലിരിക്കുമ്പോഴാണ് റോസി ആ കാഴ്ച കാണുന്നത്. യുദ്ധത്തിന് പോയ തൻ്റെ മക്കൾ 2 പേരും മടങ്ങിയെത്തിയിരിക്കുന്നു. ആ അമ്മ ഓടിച്ചെന്ന് ആൽബർട്ടിനെ കെട്ടിപ്പിടിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട്
ടെഡും അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആൽബർട്ട് തൻ്റെ അച്ഛൻ്റെ അടുത്തെത്തി ആ പെന്നൻ്റ് അദ്ദേഹത്തെ മടക്കി ഏൽപ്പിച്ചു. രണ്ടാമതൊരു യുദ്ധവും കണ്ട് ആ പെന്നൻ്റ് തൻ്റെ കയ്യിലേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. തൻ്റെ മകൻ തിരിച്ചെത്തിച്ചിരിക്കുന്നു. ടെഡും തൻ്റെ മകനെ കെട്ടിപ്പിടിച്ചു. എന്നാൽ അപ്പോഴെല്ലാം ജോയ് ദൂരെ ചക്രവാളത്തിലേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരുപക്ഷെ അവൻ പാതി വഴിയിൽ വീണുപോയ തൻ്റെ കൂട്ടുകാരനെക്കുറിച്ച് ഓർക്കുകയായിരിക്കാം.